നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് സെക്കൻഡ് മൊഡ്യൂളിന്റെ ലാസ്റ്റ് ടോപ്പിക്കിനെ കുറിച്ചാണ്. എഡിറ്റിംഗ് ആയിരുന്നു ഇത്ര നേരം പറഞ്ഞോളൂ, ഡാറ്റ എഡിറ്റിങ്ങിനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് GIS ഔട്ട്പുട്ട് എന്താണെന്നാണ്. അപ്പോൾ GIS നമുക്ക് ഒരു ഇൻപുട്ട് കിട്ടിയതിനെ നമ്മൾ അതിന് ആവശ്യത്തിന് മാനിപ്പുലേറ്റ് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത ശേഷം ഔട്ട്പുട്ട് കാണിക്കണം. അപ്പോൾ ഔട്ട്പുട്ടിൽ എന്തൊക്കെയാണ് ഉള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. GIS was conceived as an application-based tool that aimed primarily to automate the management and creation of the resource maps. The production of map is one of the basic functions of GIS. അറിയാലോ, ഹിസ്റ്ററി പേപ്പർ അത് GIS-ലേക്ക് മാറ്റി, അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ പാരഗ്രാഫ് പറയുന്നത്. Digital maps are now generated directly from a geospatial database instead of using conventional cartographic process. അതായത് നമുക്ക് ഓൾറെഡി ഒരു ജിയോസ്പേഷ്യൽ ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഡയറക്റ്റ് നമുക്ക് ഡിജിറ്റൽ മാപ്സ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ നേരത്തെ പണ്ട് പറഞ്ഞ കാർട്ടോഗ്രാഫിക് പ്രോസസ് ഉണ്ട്. അതായത് തന്നിരിക്കുന്ന ഒരു പേപ്പറിലുള്ള ഒരു മാപ്പിനെ നമ്മൾ ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ട പല പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാൻ കഴിയുന്നുണ്ടോ? നമുക്ക് അതിന് പകരം എന്താക്കാം, ഡയറക്റ്റ് ആയിട്ട് ഈ തന്നിരിക്കുന്ന ഡാറ്റാബേസ് തന്നെ നമുക്ക് മാപ്പ് ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഫസ്റ്റ് പാരഗ്രാഫ് പറയുന്നത്. അപ്പൊ അങ്ങനെ പല ടൈപ്പ് GIS ഔട്ട്പുട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, ടൈപ്സ് ഓഫ് GIS ഔട്ട്പുട്ട്. അപ്പോൾ GIS allows user to display spatial and tabular data as maps, tables or charts. This helps in visualizing the information in ways that reveal new relationship pattern trends that are not visible in text files. അപ്പൊ അതായത് ടേബിൾ ഡാറ്റ മാപ്പ് ഒക്കെ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. സ്പ്രെഡ്ഷീറ്റും ഡാറ്റാബേസ് ആയിട്ട് നമുക്ക് ഈ ഡാറ്റ നമുക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ലല്ലോ. ഒരു മാപ്പിലെ ഡാറ്റ നമ്മൾ ടേബിളോ സ്പ്രെഡ്ഷീറ്റ് എന്നായിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ മനസ്സിലാവില്ല. അത് ഗ്രാഫിക്കലി മാപ്പായിട്ടോ ചാർട്ടായിട്ടോ ടേബിളോ ഒക്കെ ആയിട്ട് കാണിക്കേണ്ടി വരും. അപ്പോൾ ഒരു സ്ട്രോങ് GIS പ്ലാറ്റ്ഫോം വേണം ഇത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. There are 4 major types of output one can expect from a GIS as mentioned below. 4 ടൈപ്പ് ഔട്ട്പുട്ട് ഉണ്ട്. എന്തൊക്കെയാണ്? ടെക്സ്റ്റ്, അതിനകത്ത് എന്താ, ടേബിൾ, ലിസ്റ്റ്, നമ്പർ ഓർ ടെക്സ്റ്റ് ഇൻ റെസ്പോൺസ് ടു ക്വയറി. ഗ്രാഫിക്കൽ ഔട്ട്പുട്ട്, അതാണ് മാപ്പ്, സ്ക്രീൻ ഡിസ്പ്ലേസ്, ഗ്രാഫ് കാര്യങ്ങളൊക്കെ. പിന്നെ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട്സ്, ഡിജിറ്റൽ ഡാറ്റ, അതായത് ഡിസ്കിലും ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റകൾ. ഇത്തരം കാര്യങ്ങളാണ് 4 ടൈപ്പ് ഔട്ട്പുട്ടാണ് GIS എന്ന് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്നത്. ഫസ്റ്റ് എന്താണ്? ടെക്സ്റ്റ് ആൻഡ് ടേബിൾസ്. ടെക്സ്റ്റ് sometimes are more important than map for reporting result of analysis. ചില അവസരങ്ങളിൽ എന്ത് ചെയ്യാം, ഒരു അനാലിസിസ് റിപ്പോർട്ട് പലപ്പോഴും മാപ്പിനേക്കാളും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ടെക്സ്റ്റ് വഴി അല്ലെങ്കിൽ ടേബിൾസ് വഴി റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. എങ്ങനത്തെ അവസരങ്ങളിലാണ് റെപ്രസെന്റ് ചെയ്യാൻ കഴിയുക? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്ഥലത്തെ പോപ്പുലേഷൻ, ഒരു ഏരിയ കാണിച്ചാൽ അതിന്റെ പോപ്പുലേഷൻ ഉണ്ട്, എങ്ങനെയാണ് അതിന്റെ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, എത്രയൊക്കെ ഏരിയയിൽ എത്ര എന്താണ് അതിന്റെ അവിടുത്തെ സെക്സ് റേഷ്യോ എന്നൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ ടെക്സ്റ്റ് ആയിരിക്കും ഉപകാരം ഈ മാപ്പിനേക്കാളും. Tables may attribute table of objects in GIS which can consider a list of hospitals located in a metropolitan city or list of wells in a village or driving directions for a milk distribution route. The text outputs may include results which might be a list of table of select objects with attributes. ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ നമുക്ക് ടെക്സ്റ്റ് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. So you will find that though the tables list all areas of forest, timber, giving area, species, age, estimate of yield in board feet, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, but they are not of great value without an accompanying map to identify each object in that list. ടെക്സ്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ കൂടെ എന്ത് ചെയ്യണം, മാപ്പ് കൊടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെയുള്ള നെക്സ്റ്റ് ഗ്രാഫിക് ഔട്ട്പുട്ട് ആണ്. ഗ്രാഫിക് ഔട്ട്പുട്ട് ആണ് അതിന്റെ മെയിൻ കാര്യം. എന്താണ്? ഗ്രാഫിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. അതാണ് GISന്റെ മെയിൻ സ്ട്രെങ്ത്. എന്താണ്? പല ഡിവൈസസ് യൂസ് ചെയ്ത് നമ്മൾ ഗ്രാഫിക്കൽ ഔട്ട്പുട്ട് കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. In most of GIS is affected through monitors provide graphic unit and output of maps, diagrams and charts. ചില ഇന്ററാക്റ്റീവ് ഗ്രാഫിക് ഡിവൈസസും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. Further, the quality of graphic output is determined by type of graphic files being used for display. പല തരത്തിലുള്ള ഗ്രാഫിക് ഫയലുകൾ യൂസ് ചെയ്യുന്നത് അതിന്റെ ടൈപ്പ്, ഇതിന്റെ ക്വാളിറ്റിനെ ബാധിക്കും. ഇപ്പൊ വെക്ടർ ഡാറ്റ മോഡലാണോ, റാസ്റ്റർ ഡാറ്റ മോഡലാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. A raster data device may be driven by vector commands which can be converted for display and vice versa. അതായത് റാസ്റ്റർ ഡാറ്റ ആയിക്കോട്ടെ വെക്ടർ ഡാറ്റ ആയിക്കോട്ടെ നമുക്ക്
അങ്ങോട്ടും ഇങ്ങോട്ടും വൈസ് വേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയും. ഒരു തേർഡ് ഔട്ട്പുട്ട് ടൈപ്പ് എന്ന് പറയുന്നതാണ് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട്സ് ആണ്. അതെന്താന്ന് നോക്കാം. There are different types of printers which are useful for hard copy outputs. These mostly include hard copy maps taken as printouts from GIS system. എന്തൊക്കെ നോക്കാം. ആദ്യം ഡ്രം പ്ലോട്ടർ. ഡ്രം പ്ലോട്ടർ എന്ന് പറഞ്ഞാല് നിങ്ങൾ അതിന്റെ ഫിഗർ ഒക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതൊരു പ്ലോട്ടർ ആണ്. പ്ലോട്ടർ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഒരു പ്രിന്റർ പോലത്തെ സാധനം തന്നെയാണ്. അതൊരു പെൻ പോലെ ഒരു സാധനം വെച്ച് ആണ് ഈ പ്ലോട്ടർ വർക്ക് ചെയ്യുക. അതൊരു ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് മെത്തേഡ് ആണ്. ലൈൻ പ്രിന്റേഴ്സ് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ഒക്കെ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ലൈൻ പ്രിന്റേഴ്സിനെ കുറിച്ച് പഠിച്ചാണ്. ഓരോ ലൈനായിട്ട് പ്രിന്റ് ചെയ്യുന്ന പ്രിന്റേഴ്സ് യൂസ് ചെയ്യാം. ഡോട്ട് മെട്രിക്സ് പ്രിന്റേഴ്സ്, ഡോട്ട് മെട്രിക്സ് പ്രിന്റേഴ്സ് കണ്ടിട്ടുണ്ടോ? നമ്മളുടെ ഈ പല മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ ബില്ല് വരുന്നൊക്കെ ഡോട്ട് മെട്രിക്സ് പ്രിന്റേഴ്സ് ആണ്. പിന്നെ പെൻ പ്ലോട്ടേഴ്സ്, ഒപ്റ്റിക്കൽ സ്കാനേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഹാർഡ് കോപ്പി ഔട്ട്പുട്ടിൽ വരുന്നത്. ഇതൊക്കെ വെച്ച് നമുക്ക് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഉണ്ടാക്കാം, മാപ്പ് നമുക്ക് റെഡിയാക്കാം എന്നാണ് പറയുന്നത്. പിന്നെ ഡിജിറ്റൽ ഡാറ്റ പ്രത്യേകിച്ച് പറയേണ്ട, എന്താ ഡിസ്കിലോ പെൻ ഡ്രൈവിലൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാം. അത് ബൈനറി ബിറ്റ്സ് ആയിട്ടാണ് അത് ഡാറ്റ യൂസ് ചെയ്യുക. അതിനെ ഒരു സോഫ്റ്റ്വെയർ മാനിപ്പുലേറ്റ് ചെയ്ത് എന്താക്കും, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റും. In GIS, to process geographic information, the existing hard copy maps should be digitized. The result of such digitization or tracing of hard copy maps through electronic interface produce digital line graphs, a term generally used as USGS. അപ്പോൾ ഡിജിറ്റൽ ലൈൻ ഗ്രാഫ്സ് ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ DLG, digital representation of cartographic information. DLGs of map features are digital vectors converted from map and related sources. അട്രിബ്യൂട്ട് ടേബിൾ, എല്ലാ DLGയുടെ കൂടെ ഒരു അട്രിബ്യൂട്ട് ടേബിൾ ഉണ്ടാവും. അപ്പൊ അട്രിബ്യൂട്ട് ടേബിൾ എന്താണ് ഉണ്ടാവുക? കണ്ടെയ്ൻസ് ഡാറ്റ ഓർ കോഡ് ഡിസ്ക്രൈബ്സ് DLG. അതായത് എന്താണ് DLG എന്ന്, ഡിജിറ്റൽ ലൈൻ ഗ്രാഫ് എന്ന് പറയുന്ന കാര്യങ്ങളാണ് അട്രിബ്യൂട്ട് ഉണ്ടാവുക. Attribute data are used with vector data to describe physical and cultural characteristics of node, line, and area elements. Each attribute identifies the major category unit to which a data element belongs, as well as specific nature of the element. അതായത് ഒരു attribute എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് തന്നിരിക്കുന്ന ഡാറ്റയെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ. അത് നമ്മൾ മെറ്റ ഡാറ്റ എന്നൊക്കെ പറഞ്ഞില്ല, അതേപോലെയാണ് attribute. Attribute data may also provide additional descriptive information, numerical values identifies. Many elements are uniquely described by a single attribute data, but some may require 2 or more codes for complete description. ഇന്നത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, നമുക്ക് സ്വന്തം വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, ഈ ഡിസ്പ്ലേ ഓഫ് അനാലിസിസ്. അതായത് നമ്മൾ GIS യൂസ് ചെയ്ത് നമ്മൾ അനലൈസ് ചെയ്ത ശേഷം നമ്മൾ അതിനെ ഡിസ്പ്ലേ ചെയ്യണം. നേരത്തെ നമ്മൾ പറഞ്ഞ് GIS ഔട്ട്പുട്ട് മാത്രമാണ്, പക്ഷേ ഇതിനെ 2 ടൈപ്പിൽ അനലൈസ് ചെയ്ത് അതിനെ ഡിസ്പ്ലേ ചെയ്യണം. അതാണ് എന്തൊക്കെയാണ് 2 കാറ്റഗറി ഓഫ് GIS ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത്, കാർട്ടോഗ്രാഫിക് ആൻഡ് നോൺ കാർട്ടോഗ്രാഫിക് ഔട്ട്പുട്ട്സ് ആണ്. അപ്പോൾ ആദ്യം എന്താണ് കാർട്ടോഗ്രാഫിക് ഔട്ട്പുട്ട്സ് നോക്കാം. കാർട്ടോഗ്രാഫിക് ഔട്ട്പുട്ട് comprise maps prepared adhering to the cartographic conventions and modules for taking the printout of maps generated in the GIS. അപ്പം കുറെ കൺവെൻഷണൽ ആയിട്ടുള്ള റൂൾസ് ഫോളോ ചെയ്തുകൊണ്ടാണ് ഒരു മാപ്പിനെയാണ് നമ്മൾ കാർട്ടോഗ്രാഫിക് മാപ്പ് എന്ന് പറയുന്നത്. In most of the GIS software there are 2 views, layout view and map view. In layout view we can keep the map to be printed inside the map grid graded with latitude and longitude. There will be specific tools to insert scale bar and map legends inside the map grid. അതായത് ലേഔട്ട് വ്യൂയിൽ എങ്ങനെയാണ്, നമുക്കൊരു ഗ്രേഡഡ് ഗ്രിഡ് കിട്ടും, അതിനകത്ത് ലാറ്റിറ്റ്യൂഡ് ലോങ്ങിറ്റ്യൂഡ് ഒക്കെ മെൻഷൻ ചെയ്യണം, നമ്മൾ അതിനകത്ത് ഡയറക്റ്റ് പ്രിന്റ് ചെയ്താൽ മതി. Once the map is designed as per the cartographic conventions, one can take printout of the same. There are many constraints a cartographer used to face while designing a map layout, which include map generalization and symbolization. അപ്പം എന്തൊക്കെയാണ് ഈ കാർട്ടോഗ്രാഫിക് ഔട്ട്പുട്ടിലെ കോൺസ്ട്രെയിൻസ് എന്നുള്ളതാണ് നെക്സ്റ്റ് കാര്യം പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ് കൺസ്ട്രെയിൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് കൺസ്ട്രെയിൻ എന്താണെന്ന് വെച്ചാൽ മാപ്പ് ജനറലൈസേഷൻ ആണ്. എന്താണ് മാപ്പ് ജനറലൈസേഷൻ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്? While compiling maps from other maps, cartographers are often required to generalize the outlines and other details.
Generalization is one of the basic features of cartographic representation. It is carried out that the scope and presentation of the content can be more easily perceived by those using the map. At the same time, appropriate generalizations should guarantee that the map is a reflection of spatial variability of Earth's surface and the characteristic of represented objects most important to map user. അതായത് ഒരു നമ്മളൊരു കാർട്ടോഗ്രാഫിക് മാപ്പ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ ഇഷ്ടത്തിന് കാർട്ടോഗ്രാഫിക് മാപ്പ് പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല. അതിനൊരു പ്രോപ്പർ കൺവെൻഷണൽ മെത്തേഡ് ഉണ്ട്, അത് ജനറലൈസ്ഡ് ഫോം ഉണ്ട്. ആ ജനറലൈസ്ഡ് ഫോമിൽ തന്നെ നമ്മൾ കാർട്ടോഗ്രാഫിക് മാപ്പ് നമുക്ക് കാണിക്കാൻ കഴിയുള്ളൂ. അതിനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഔട്ട്ലൈൻ മാർക്ക് ചെയ്യുന്നതിന് ഒരു രീതി ഉണ്ടാവും, ഇപ്പം ബൗണ്ടറീസ് മാർക്ക് ചെയ്യുന്നതിന് ഒരു രീതി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഒരു മാപ്പ് നോക്കിയാൽ ഇപ്പോൾ ഡിസ്ട്രിക്ട് ബൗണ്ടറീസ്, സ്റ്റേറ്റ് ബൗണ്ടറീസ്, ഇന്റർനാഷണൽ ബൗണ്ടറീസ്, ഇതൊക്കെ മാർക്ക് ചെയ്യുന്നത് ഓരോ ലൈൻ വെച്ചാണ്. ആ സെയിം കൺവെൻഷൻ തന്നെയായിരിക്കും എല്ലായിടത്തും ഫോളോ ചെയ്യുക. കാരണം എന്താണ്, ആൾക്കാർ എവിടെ നിന്നാണേലും ആളുകൾക്ക് അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് സെയിം കൺവെൻഷൻ ഫോളോ ചെയ്യുന്നത്. Cartographic generalization is a composite process encompassing the wide range of relations between geographical area with all its aspects being subject to investigation without various discipline. അതായത് ഒരു wide range of relation between geographical area and great diversity of maps that constitute this reflection. The following are the major geographic features requiring generalization. അപ്പം പല ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഉണ്ടാവും, അതൊക്കെ ജനറലൈസ്ഡ് സെയിം ഒരു കൺവെൻഷണൽ ഫോമിൽ തന്നെ പറയണം. എന്താണ് ഫസ്റ്റ് നോക്കാം. Generalization of coastlines. Different maps of same area give different shapes of coastlines, and all of them may be correct according to the scale. In some cases, changing shorelines also pose a problem. അതായത് നേരത്തെ പറഞ്ഞ പോലെ ബൗണ്ടറീസ് എന്ന് പറഞ്ഞ പോലെ തന്നെ കോസ്റ്റ് ലൈന് ആപ്ലിക്കബിൾ ആണ്. കോസ്റ്റ് ലൈൻ ഒക്കെ മാർക്ക് ചെയ്യേണ്ടതിന് ഒരു രീതി ഉണ്ട്. ആ രീതി തന്നെ എല്ലാ സ്ഥലത്തും നമ്മൾ ഫോളോ ചെയ്യണം, ആ ജനറലൈസ്ഡ് പ്രൊസീജിയറിനെ ഫോളോ ചെയ്യണം. നെക്സ്റ്റ് പറഞ്ഞാൽ ബൗണ്ടറീസ്. ബൗണ്ടറീസ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്, on a small scale map, a little movement of the hand may give large chunks of land to neighboring countries or state. In some cases, the two neighboring countries don't agree on their common boundaries. This may result in international dispute. അതായത് നമ്മളൊരു മാപ്പ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബൗണ്ടറീസിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ ഒരു കൺവെൻഷൻ നമ്മൾ ഫോളോ ചെയ്യണം. നേരത്തെ ഇപ്പൊ നമ്മൾ മാപ്പ് പ്രിപ്പയർ ചെയ്യണം, അപ്പൊ നേരത്തെ ഉള്ള ബൗണ്ടറി സെയിം ആ രീതിയിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് ആ ബൗണ്ടറി തന്നെ നമ്മൾ ചെയ്യാൻ കഴിയുള്ളൂ. കാര്യം എന്താ വെച്ചാൽ ഒരു മാപ്പ് എടുത്ത് വെക്കുമ്പോൾ ചെറിയൊരു ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ പോലും വലിയ ഡിസ്പ്യൂട്ടിലേക്ക് നടക്കും. കാര്യം അതിന്റെ സ്കെയിൽ ഇപ്പൊ 1:100 ആണെന്ന് വിചാരിക്കുക ഒരു മാപ്പിന്റെ സ്കെയിൽ. ഇപ്പൊ നമ്മുടെ ലൈൻ ഒരു 1 mm അങ്ങോട്ട് മാറിപ്പോയാൽ തന്നെ ഏകദേശം ഓപ്പോസിറ്റ് കിട്ടുന്നവർക്ക് എത്ര കിട്ടും? 1 mm × 100 എന്നൊക്കെ പറയുമ്പോൾ എത്ര വരും? നല്ലൊരു ഏരിയ ഇവരുടെ കയ്യിൽ നിന്ന് പോകും. അതുപോലെ ലെങ്ത് വൈസും ആ ഒരു ചെറിയൊരു വ്യത്യാസം പോലും ഒരു ഏരിയ ഡിസ്പ്യൂട്ടിലേക്ക് നയിക്കും. അതുകൊണ്ട് തന്നെ അതൊരു ജനറലൈസ്ഡ് ഫോമിൽ തന്നെ ഫോളോ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് ലൈൻ, ബൗണ്ടറി, പിന്നെ റിവേഴ്സ്. When a map is reduced, some rivers should be shown as a thin line or should be left out. This sometimes may create problems as the existing river is eliminated due to cartographic constraints. അപ്പൊ നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ റിവേഴ്സ് നമ്മൾ ഈ പെരണിയൽ റിവേഴ്സ്, സീസണൽ റിവേഴ്സ് ഉണ്ടാവും. അതായത് സീസണൽ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ റെയിനി സീസണിൽ മാത്രം നിറയുന്ന റിവേഴ്സും, പെരണിയൽ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ഏത് സീസൺ ഇറസ്പെക്റ്റീവ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന റിവേഴ്സ് ആണ്. ഏത് റിവർ മാർക്ക് ചെയ്താലും നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ റിവർ മാത്രമല്ല എന്ത് വാട്ടർ ബോഡി ആയിക്കോട്ടെ അതിന് നമ്മളൊരു പ്രത്യേക കളർ കോഡ് കൊടുക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബ്ലൂ കളർ കോഡൊക്കെ ആയിരിക്കും കൊടുക്കുക റിവറിന്. ആ റിവർ അവിടെ വെള്ളം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഒരുപക്ഷെ അത് വറ്റിപ്പോയ റിവർ ആയിരിക്കാം, അല്ലെങ്കിൽ തീരെ വെള്ളം ഇല്ലാത്ത റിവർ ആയിരിക്കും. ഇപ്പൊ ഭാരതപ്പുഴ നമ്മളെ മാപ്പിൽ മാർക്ക് ചെയ്യുമ്പോഴും അതിന് എന്താണ് കൊടുക്കുക? ബ്ലൂ കളർ തന്നെയാണ് കൊടുക്കുക. അതിന്റെ അർത്ഥം അവിടെ വെള്ളം ഉണ്ടെന്നല്ല, അതാണ് അതിന്റെ ജനറൽ ഫോം. ഇത്തരം കാര്യങ്ങളാണ് ഈ ജനറലൈസേഷനിൽ വരുന്നത്. ഇതൊക്കെയാണ് ഇപ്പം ഇത്ര ലാസ്റ്റത്തെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഒരു കോമൺ ജനറലൈസ്ഡ് ഫോമിലേക്ക് എത്തിക്കണം. ബൗണ്ടറീസ്, കോസ്റ്റ് ലൈൻ, റിവേഴ്സ്, അതിനൊക്കെ ഒരു ജനറലൈസ്ഡ് ഫോംസ് ഉണ്ടാവും. പിന്നെ നെക്സ്റ്റ് കൺസ്ട്രെയിൻ, ഈ കാർട്ടോഗ്രാഫിക് മാപ്പിന്റെ നെക്സ്റ്റ് കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ മാപ്പ് സിംബലൈസേഷൻ ആണ്. When several words are put together in definite order, we get a sentence. Similarly, when several symbols are put together in a definite order, we get a map. അതായത് മാപ്പിൽ പല സിമ്പിൾസും ഉണ്ടാവും. ഇപ്പം ടെമ്പിൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓഫീസ്, ഗവൺമെന്റ് ഓഫീസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഓരോന്നിനും ഓരോ സിമ്പിൾ ആയിരിക്കും. ഒരുപാട് സിമ്പിൾസ് നമ്മൾ മാപ്പിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. സിംബലൈസേഷൻ ആൻഡ് അറേഞ്ച്മെന്റ് ഓഫ് സിമ്പിൾസ് ഇൻ എ മാപ്പ് ആർ therefore crucial process in a map design. No map can be popular if the choice of symbols is bad.
For most purposes, we can classify symbols into three types, such as point symbol, line symbol, and polygon symbols. അതായത് നമ്മൾ ഇതിനകത്ത് സിമ്പിൾസ് യൂസ് ചെയ്യണം ഈ കാർട്ടോഗ്രാഫിക് മാപ്പിൽ. അതായത് പറയുന്നത് എന്താണ്, ഫോർ മോസ്റ്റ് പർപ്പസസ് വി ക്യാൻ ക്ലാസിഫൈ സിമ്പിൾസ് ഇൻടു ത്രീ ടൈപ്സ്: പോയിന്റ് സിമ്പിൾ, ലൈൻ സിമ്പിൾ, പോളിഗൺ സിമ്പിൾ. അപ്പോൾ പോയിന്റ് സിമ്പിൾ അവിടെ യൂസ് ചെയ്യാം. പോയിന്റ് സിമ്പിൾ ആർ ദോസ് വിച്ച് ഗീവ് ദ ലൊക്കേഷൻ ഓഫ് an object or the quantitative value represented by it exactly at the point of its location. അപ്പോൾ പോയിന്റ് സിമ്പിൾസ് രണ്ട് ടൈപ്പ് ഉണ്ട്. എന്താണ്? ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്. Qualitative symbols are used to suggest the existence of an object. For example, a dot is put for a town and a cross for a hospital. The symbols don't represent any quantitative data, but quantitative point symbols can be used to indicate presence, length, volume. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് സിമ്പിൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അവിടെ നമുക്കൊരു ടൗൺ ഉണ്ട്, ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പൊ അതിനൊരു ടൗൺ, ഒരു പോയിന്റ്, ഹോസ്പിറ്റൽ, ക്രോസ് മാർക്ക് ഒക്കെ ആണ് ക്വാളിറ്റേറ്റീവ് സിമ്പിൾ. ഇപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് സിമ്പിൾ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എത്ര ക്വാണ്ടിറ്റി ഉണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഒരു പ്രസൻസ്, ലെങ്ത്, സൈസ്, വോളിയം അതൊക്കെ നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ക്വാളിറ്റേറ്റീവ് സിമ്പിൾ ടൗൺ ഒരു ഡോട്ടായിട്ട് മാർക്ക് ചെയ്തു. ഇപ്പം നമുക്ക് അതേപോലെ തന്നെ എന്താണ് ഒരു എക്സാമ്പിൾ പറയാം. നമുക്കിപ്പോ ഒരു ആ ടൗണിനകത്ത് തന്നെ ഒരു ലേക്ക് ഉണ്ട് വിചാരിക്കാം. ആ ലേക്ക് എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? ആ ലേക്ക് ചെറിയ ലേക്കാണോ വലിയ ലേക്കാണോ എന്ന് പറയണം. പക്ഷെ ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഓഫീസോ മാർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്താൽ മതി. അതിനെ ക്വാണ്ടിറ്റി ചെയ്യണ്ട. ചെറിയ ഹോസ്പിറ്റലാണോ വലിയ ഹോസ്പിറ്റലാണോ എന്ന് മെൻഷൻ ചെയ്യണ്ട. ഹോസ്പിറ്റൽ ഒരു കോമൺ സിമ്പിൾ ഉണ്ട്. പക്ഷെ അതൊരു ലേക്കോ റിവറോ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? പോണ്ടോ അങ്ങനത്തെ ആണെങ്കിൽ അതിനെ പല രീതിയിൽ സിമ്പിൾ ചെയ്യണം. ഫോർ എക്സാമ്പിൾ അത് വലിയ ലേക്കാണോ ചെറിയ ലേക്കാണോ എന്ന് മനസ്സിലാകണം. അപ്പൊ അതിനനുസരിച്ച് യൂസ് ചെയ്യേണ്ടതാണ് ക്വാണ്ടിറ്റേറ്റീവ് സിമ്പിൾസ്. ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും ആണ് ഉള്ളത്. നെക്സ്റ്റ് പോയിന്റ് സിമ്പിൾസ് കഴിഞ്ഞാൽ പിന്നെ ലൈൻ സിമ്പിൾസ് ആണ്. ലൈൻ സിമ്പിൾസ് ആർ യൂസ് ടു ഇൻഡിക്കേറ്റ് ബോത്ത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് നേച്ചർ ഓഫ് ഡാറ്റ. ലൈൻ നമ്മുടെ പോയിന്റ് സിമ്പിൾ പോലെ തന്നെ. ലാറ്റിറ്റ്യൂഡ്, ലോങ്ങിറ്റ്യൂഡ്, ബൗണ്ടറി, ലൈൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ, സ്ട്രീം, കോസ്റ്റ് ലൈൻ ഒക്കെ എന്താണ്? ക്വാളിറ്റേറ്റീവ് ആയിരിക്കും. ഇതിനെ കൊണ്ട് ലൈൻ സിമ്പിൾസ് ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂസ് റെപ്രസെന്റ് ചെയ്യും. എക്സാമ്പിൾ എന്താണ്? ഐസോലൈൻസ് ഓഫ് വേരിയസ് ടൈപ്സ് യൂസ് ടു റെപ്രസെന്റ് ഫിസിക്കൽ ഓർ സോഷ്യൽ ഡാറ്റ സച്ച് ആസ് കോണ്ടൂർസ് ആൻഡ് ഐസോറിതംസ്. ഈ കോണ്ടൂർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത്, അതായത് ഐസോലൈൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടാവും. അതായത് ഐസോലൈൻസ് പറഞ്ഞാൽ ഒരേ പ്രോപ്പർട്ടി ഉള്ള പല പോയിന്റുകളെ ലിങ്ക് ചെയ്യുന്ന ഒരു ലൈനാണ് ഐസോലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ അതുപോലെ തന്നെയാണ് കോണ്ടൂർ ലൈൻസ്. ഇപ്പം ലൈൻ സിമ്പിൾസിലെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് എന്താണ്? ലാറ്റിറ്റ്യൂഡ്, ലോങ്ങിറ്റ്യൂഡ്, ബൗണ്ടറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്. അതിന്റെ ലൈൻ സിമ്പിൾസിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റോ ഒരു സ്ഥലത്തെ സോഷ്യൽ ഡാറ്റ അല്ലെങ്കിൽ അവിടുത്തെ കോണ്ടൂർ ലൈൻസ്. ഇപ്പൊ കോണ്ടൂർ ലൈൻസ് പറഞ്ഞാൽ ഇപ്പം നമുക്കിപ്പം കോണ്ടൂർ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഒരേ ഹൈറ്റിലുള്ള, അതായത് സീ ലെവലിന് ഒരേ ഹൈറ്റിലുള്ള പോയിന്റുകളെ നമ്മൾ ഒറ്റ കോണ്ടൂർ വെച്ച് കണക്ട് ചെയ്യും. അങ്ങനെ കോണ്ടൂർ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ അടുപ്പിച്ചടുപ്പിച്ച് കോണ്ടൂർ ലൈൻസ് വന്നാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റീപ്പ് സ്ലോപ്പ് ആണ്, ഒരു കയറ്റമാണ്, അല്ലെങ്കിൽ ഒരു ഹില്ലാണ്, അല്ലെങ്കിൽ ഒരു വാലി ആണ് എന്നൊക്കെയാണ് അടുപ്പിച്ചടുപ്പിച്ച് കോണ്ടൂർ വരുമ്പോൾ. കോണ്ടൂർ ലൈനിൽ നമ്മൾ നല്ല ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? അതൊരു പ്ലെയിൻ ഏരിയ ആണെന്നാണ്. അതായത് ഒരു എന്താ പറയാ, ഒരു പരന്ന പ്രദേശം ആണ്. അവിടെ മലയോ വാലിയോ ഒന്നും ഇല്ല എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പം ലൈൻ സിമ്പിൾസ് യൂസ് ചെയ്യാം, ക്വാളിറ്റേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം. Qualitative symbols indicate the real distribution of a given phenomena without showing its density. ഫോർ എക്സാമ്പിൾ അതിന്റെ ഡെൻസിറ്റി ഒന്നും ക്വാളിറ്റേറ്റീവ് സിമ്പിൾ കാണിക്കില്ല. എന്താണ് ആ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എന്ന് മാത്രമേ. പൊളിറ്റിക്കൽ യൂണിറ്റ്സ്, സോയിൽ ടൈപ്സ് ഗിവൺ ഇൻ എ മാപ്പ് ആർ മോസ്റ്റ്ലി ക്വാളിറ്റേറ്റീവ്. അതായത് ഇതിന്റെ ഒന്നും ഡെൻസിറ്റിയോ എന്താണ് ഇതിന്റെ ക്വാണ്ടിറ്റി എന്നൊന്നും ഈ ക്വാളിറ്റേറ്റീവ് സിമ്പിളിൽ കാണിക്കില്ല. എന്താണ് സംഭവം എന്ന് മാത്രമേ ക്വാളിറ്റേറ്റീവ് സിമ്പിൾ വെച്ച് കാണിക്കുകയുള്ളൂ. Area symbols are used to indicate the relative density of a phenomenon. For occurrence of a phenomenon, they acquire quantitative values. അതായത് ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? അതിന്റെ ഒക്കറൻസ് കാണിക്കാൻ വേണ്ടി, അതിന്റെ എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ, ഐസോലൈൻസ് ഓഫ് റെയിൻഫോൾ ഓർ കോണ്ടൂർ ലൈൻസ് ഓഫ് ഹൈറ്റ് ആർ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് മെഷറബിൾ ഫിനോമിനൻ, വൈൽ അഡ്മിനിസ്ട്രേറ്റീവ് ബൗണ്ടറീസ് ഇൻക്ലൂഡ് എ മെഷറബിൾ ഏരിയ. അതിനൊക്കെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ആണ് യൂസ് ചെയ്യുന്നത്. എന്ത് ചെയ്യാൻ? ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റാണ് യൂസ് ചെയ്യുന്നത് നമ്മളൊരു ബൗണ്ടറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റോ
ക്വാളിറ്റേറ്റീവ് ആസ്പെക്ടിനെ പോലെ ഫോറസ്റ്റ്, ഡെസേർട്ട്, പൊളിറ്റിക്കൽ യൂണിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് സിമ്പിൾസ് യൂസ് ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് സിമ്പിൾസോ, ക്വാണ്ടിറ്റേറ്റീവ് സിമ്പിൾസ് യൂസ് ചെയ്യുന്നത് അതിലൊരു എന്തെങ്കിലും മെഷറബിൾ ഏരിയ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഐസോലൈൻസ് എന്ന് പറയാം. ഐസോലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം റെയിൻഫോൾ കിട്ടുന്ന പല പോയിന്റ്സുകളെ കണക്ട് ചെയ്യുന്ന ഒരു ലൈനാണ് ഐസോലൈൻ. അതുപോലെ കോണ്ടൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ഹൈറ്റിലുള്ള പല പോയിന്റ്സ് കണക്ട് ചെയ്യുന്ന ലൈനാണ് കോണ്ടൂർ ലൈൻസ്. അപ്പൊ ഇതൊക്കെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ആണ്. അതുപോലെ തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയുടെ ബൗണ്ടറി, അതും ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ആണ്. നമുക്ക് അതിനകത്ത് ഏരിയ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഡിസ്ട്രിക്ട് ബൗണ്ടറി ഒക്കെ കാണിക്കുമ്പോൾ അതിനകത്ത് ഏരിയ കാണിക്കില്ലേ, ഏരിയ ഒക്കെ മനസ്സിലാവില്ല. അപ്പൊ അത് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ആണ്. അപ്പൊ ഇതൊക്കെയാണ് കാർട്ടോഗ്രാഫിക് കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. കാർട്ടോഗ്രാഫിക്കകത്ത് 2 കോൺസ്ട്രെയിൻസ് ഉണ്ട്. എന്തൊക്കെയാണ് കോൺസ്ട്രെയിൻസ്? ഒന്ന് ജനറലൈസേഷൻ, അതായത് നമ്മൾ ഫോളോ ചെയ്യുന്ന സെയിം ജനറലൈസേഷനെ പിന്തുടരണം. ചെറിയൊരു വ്യത്യാസം പോലും എന്താകും? വലിയൊരു ഡിസ്പ്യൂട്ടിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് എന്താ പറഞ്ഞാൽ സിമ്പിളൈസേഷൻ, ഒരു പ്രോപ്പർ സിമ്പിൾസ് തന്നെ യൂസ് ചെയ്യണം. സിമ്പിൾസിനകത്ത് തന്നെ നമ്മൾ കണ്ട എന്താണ്? പോയിന്റ് സിമ്പിൾസ്, ലൈൻ സിമ്പിൾസ്, പോളിഗൺ സിമ്പിൾസ്, അങ്ങനെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നോൺ കാർട്ടോഗ്രാഫിക് ഔട്ട്പുട്ട്സിനെ കുറിച്ചാണ്. Since it is obvious from non-cartographic outputs that indicates map models and information and primarily used for visualization purpose. അപ്പം നോൺ കാർട്ടോഗ്രാഫിക് ഔട്ട്പുട്ട്സ് യൂസ് ചെയ്യുന്നപ്പോഴാണ് വിഷ്വലൈസേഷൻ പർപ്പസിലാണ്. എന്തൊക്കെയാണ് നോൺ കാർട്ടോഗ്രാഫിക് ഔട്ട്പുട്ട്സ് നോക്കാം. ഫസ്റ്റ്, മാപ്പ് മോഡൽസ്. In recent years, contour values have been digitized, allowing them to be manipulated into versatile displays of topographic data as digital elevation models or DEM. അത് കോണ്ടൂർ ലൈൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ പലർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ എന്താണ് കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത്. ഈ കോണ്ടൂർ ലൈൻ നിങ്ങൾ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയാൽ അതിനകത്ത് ടെറൈൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ടെറൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഞാനിപ്പം ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാൻ പറ്റും, നോക്കട്ടെ. എന്താണ് കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത്? ഞാൻ കുറെ ആയിട്ട് കോണ്ടൂർ ലൈൻ നിങ്ങളോട് പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നാണ് തോന്നുന്നു. ഫോർ എക്സാമ്പിൾ ഇവിടെ കണ്ടില്ലേ, മാപ്പ് സാറ്റലൈറ്റ്. മാപ്പ് എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള കാര്യമാണ് മാപ്പിനകത്ത് പറയുന്നുള്ളൂ. പക്ഷെ സാറ്റലൈറ്റ് എടുക്കുമ്പോൾ ഒരു പ്രോപ്പർ സാറ്റലൈറ്റ് ഇമേജ് ആയി. ടെറൈൻ എടുത്ത് നോക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് നോക്കാം. ടെറൈൻ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിലെ ബിൽഡിങ്സും പോട്ടെ, അതിലെ മൗണ്ടൈൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കും. ഒന്ന് സൂമിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറെ ലൈൻസ് കാണാം, കണ്ടോ? ഇങ്ങനെ കുറെ ലൈൻസ് ആണ്. ഇതൊക്കെയാണ് കോണ്ടൂർ ലൈൻസ് എന്ന് പറയുന്നത്. ഓരോ കോണ്ടൂർ ലൈനിലും നിങ്ങൾക്ക് എന്താണ്, അതിൽ ഓരോ ഒന്ന് എഴുതിയിട്ടുണ്ടാവും. 1000 മീറ്റർ, 100 മീറ്റർ, 200 മീറ്റർ, 500 മീറ്റർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കുന്നത് എന്തെന്നറിയാം? ഓരോ ഈ ലൈനിലെ ഏത് പോയിന്റും 100 മീറ്റർ ഹൈ ആയിരിക്കും. മീൻ സീ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ത്യയിൽ മീൻ സീ ലെവൽ 0th ലെവൽ, അതായത് 0 മീറ്റർ ഹൈ എന്ന് പറഞ്ഞ സ്ഥലം എടുക്കുന്നത് ബോംബെയിലെ ഒരു സ്ഥലത്താണ്. അതാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ നിന്നുള്ള റിലേറ്റീവ് ആയിട്ടുള്ള ഹൈറ്റ് ആണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്, മീൻ സീ ലെവൽ ഹൈറ്റ്. ഇതൊക്കെ 100 മീറ്റർ ആയിരിക്കും. ഈ ലൈനിൽ ഏത് ലൈൻ ആക്കിയാലും ഒരിക്കലും ഈ കോണ്ടൂർ ലൈൻസ് പരസ്പരം ക്രോസ് ചെയ്യില്ല. കാരണം എന്താണ്? ക്രോസ് ചെയ്ത് എന്താ, ഒരേ ലൈനിൽ തന്നെ 2 എലിവേഷൻ കാണിക്കുന്നവരുണ്ടാവും. ഇതൊരിക്കലും ക്രോസ് ചെയ്യില്ല. ഇത് നിങ്ങൾക്ക് അറിയുമോന്ന് എനിക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല. അതുപോലെ ഇത് കണ്ടില്ലേ, 200 മീറ്റേഴ്സ്. ഈ പോയിന്റ് എല്ലാം 200 മീറ്റർ ആയിരിക്കും. അതിന്റെ നടുവിലുള്ള എല്ലാം ഇതെന്താ, 120 മീറ്റർ, 140 മീറ്റർ, 160 മീറ്റർ, 180 മീറ്റർ, 200 മീറ്റർ. അപ്പൊ ഇത് തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട്, നല്ല ഗ്യാപ്പ് ഉണ്ട്. അതായത് ഇതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ഗ്രാജുവൽ സ്ലോപ്പ് ആണ്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ എന്താണ്, ലൈനുകൾ അടുപ്പിച്ചാണ് വരുന്നത്. ലൈനുകൾ അടുപ്പിച്ച് വരുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? കുറച്ചും കൂടി സ്റ്റീപ്പ് സ്ലോപ്പ് ആണെന്നാണ് എന്റെ അർത്ഥം. അതായത് നമ്മളിതൊരു ഗ്രാഫിക്സ്, നിങ്ങൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് പഠിക്കുന്നത് മനസ്സിലാവും. നമ്മളൊരു പ്ലാൻ വ്യൂ എടുത്ത് നോക്കുമ്പോൾ ഈ ലാറ്ററൽ ഡിസ്റ്റൻസ് വളരെ കുറവാണ്. പക്ഷെ വളരെ കുറവിൽ തന്നെ എന്ത് ചെയ്യുന്നു, വളരെ അടുത്ത് തന്നെ കോണ്ടൂർ ലൈൻസ് വരുന്നുണ്ട്. ഇപ്പൊ അതിന്റെ അർത്ഥം അതൊരു സ്റ്റീപ്പ് സ്ലോപ്പ് ആണ്.
ഇപ്പൊ നിങ്ങൾ കുറച്ചും കൂടി ഒരു പ്ലെയിൻ സ്ഥലത്തോട്ട് പോയാൽ, ഇപ്പം ബീച്ച് സൈഡിലോട്ട് പോയാൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾക്ക് അവിടെ ഒരു കോണ്ടൂർ ലൈൻ കാണാനേ കഴിയില്ല. അതെന്താണെന്ന് അറിയാം? അവിടെ ഹൈറ്റ് ഒക്കെ വളരെ കുറവായിരിക്കും മീൻ സീ ലെവലിൽ നിന്ന്. കാരണം എന്താ? സീന് തൊട്ടടുത്താണ്. അവിടെ കോണ്ടൂർ ലൈൻസ് ചിലപ്പോൾ ഒരു 5 മീറ്റർ ഒക്കെ ആയിരിക്കും. പക്ഷെ 5 മീറ്ററിലൊന്നും കോണ്ടൂർ ലൈൻസ് റെപ്രസെന്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇവിടേക്ക് എത്തുന്നതോറും കോണ്ടൂർ ലൈൻസ് ഇങ്ങനെ കാണിക്കും. കുറച്ച് കഴിയുമ്പോൾ എന്താവും? കോണ്ടൂർ ലൈൻസ് പ്രോപ്പറായിട്ട് കാണിക്കാൻ തുടങ്ങി. 100 മീറ്റർ തന്നെ വന്നിരിക്കുന്നുണ്ട്. ഇവിടെ കണ്ട് നല്ല ഗ്യാപ്പ് ഉണ്ട് കോണ്ടൂർ ലൈൻസ്. എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ ഏരിയ ആണെന്നാണ്. പിന്നീട് നമ്മൾ ഹിൽ സൈഡിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടേക്ക് നോക്കിയേ, കോണ്ടൂർ ലൈൻസ് എന്ത് അടുപ്പിച്ചടുപ്പിച്ചാണ് വരുന്നത് നോക്കിയേ. സ്റ്റീപ്പ് സ്ലോപ്പ് ആയിട്ടാണ് കാണുന്നത് കോണ്ടൂർ ലൈൻസ്. ഇതാണ് ഈ ബേസിക് കോണ്ടൂർ ലൈൻസിന്റെ ഐഡിയ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്താണ് കോണ്ടൂർ ലൈൻസ് എന്നുള്ള കാര്യം. ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നോൺ കാർട്ടോഗ്രാഫിക് ഔട്ട്പുട്ട്സിന്റെ മാപ്പ് മോഡൽസ്. അപ്പൊ ഇൻ റീസെന്റ് ഇയർ കോണ്ടൂർ വാല്യൂസ് ഹാവ് ബീൻ ഡിജിറ്റൈസ്ഡ്, allowing them to be manipulated into versatile display of topographic data as digital elevation models, or DEM. They are variants that show additional landscape attributes. We can use existing maps as inputs by tracing contour lines on a digitalized tablet or table. അതായത് നമുക്ക് എക്സിസ്റ്റിംഗ് മാപ്പിലെ കോണ്ടൂർ ലൈൻസ് ട്രേസ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഡിജിറ്റൽ മാപ്പിലോ ടേബിളിലോ വെച്ച് നമുക്ക് ട്രേസ് ചെയ്ത് നമുക്ക് അതിനെ ചെയ്യാൻ കഴിയും. Data are organized into cell arrays whose XY positions in the rectangle grid are related to map coordinates. ഇതാണ് ഒരു ഡിജിറ്റൽ എലിവേഷൻ മോഡൽ, അതായത് DEM എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് താഴെ കാണിക്കുക എന്താണ്? നമ്മൾ ഈ കണ്ട ഇപ്പൊ ഇങ്ങനത്തെ ഒരു മോഡലാണ് താഴെ കാണിച്ചിരിക്കുന്നത്. അതൊരു 2D മോഡലാണ്. അതിനെ നമ്മൾ ഓരോ കോണ്ടൂർ ലൈനിന്റെ ഹൈറ്റ് വെച്ച് നമ്മൾ അതിനെ 3D മോഡലാക്കി എടുത്തു. അതാണ് ഡിജിറ്റൽ എലിവേഷൻ മോഡൽ എന്ന് പറയുന്നത്. There are a lot of applications for relief models, such as for teaching and education, to facilitate urban and regional planning, to study geological, geographic phenomena, അങ്ങനത്തെ കാര്യങ്ങൾ. അതായത് പല ടൈപ്പിലുള്ള മോഡൽസ് അവൈലബിൾ ആണ്. വിർച്വൽ റിലീഫ് മോഡൽ ഹെൽപ്പ് us to establish realism, but real world geographic data is very necessary to achieve a fully immersive and realistic simulation. Data can be visualized by computer graphics. അതായത് ബേസിക് കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്നത്. അത് ഇങ്ങനെ ഒരു 2D മോഡൽ കിട്ടിയാൽ അതിന്റെ ഈ കോണ്ടൂർ ലൈൻസ്, കോണ്ടൂർ ഇന്റർവൽസ് ഒക്കെ കണ്ടുപിടിച്ച് ഓരോ കോണ്ടൂറിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഹൈറ്റ് കൊടുത്ത് ഇങ്ങനെ ഒരു 3D മോഡൽ ആക്കാൻ കഴിയും എന്നാണ് ഉദ്ദേശിക്കുന്നത്. DEM datasets are important applications. They allow us for rapid reconstruction of contour maps and for plotting elevation profiles. Also, we can easily do various kinds of photogrammetric calculation with the numbers. Image processing can edit and filter this data to enhance the display products and merge datasets to large maps. അപ്പം പല പ്ലോട്ടുകളും these plots are available in several formats. Shader relief map. They assign different shades of gray to slopes depending on elevation or a variant, which draws in shadowing to selected slopes. അങ്ങനത്തെ കാര്യങ്ങൾ. അതായത് ഇതൊരു എക്സാമ്പിൾ നോക്കിയാൽ ഒരു ഷെയ്ഡർ റിലീഫ് മാപ്പിന്റെ എക്സാമ്പിൾ ആണ്. പലതരം മാപ്പുകൾ ഇന്നത്തെ അവൈലബിൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഡിജിറ്റൽ എലിവേഷൻ മോഡലിൽ. ഫസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ ഷെയ്ഡഡ് റിലീഫ് മാപ്പ്. അപ്പം നമ്മളിപ്പോ എന്ത് ചെയ്യുക, ഈ ഷെയ്ഡഡ് റിലീഫ് മാപ്പിൽ നമ്മൾ ആ ഏരിയ ഉണ്ടല്ലേ, അതിനകത്ത് ഗ്രേ കളറിൽ മാർക്ക് ചെയ്ത് അതിന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഷെയ്ഡർ റിലീഫ് മാപ്പും മറ്റേ കളർ ഡെൻസിറ്റി സ്ലൈസറും. ഒന്നുകിൽ നമുക്ക് ഷെയ്ഡർ റിലീഫ് മാപ്പ് വഴി കഴിഞ്ഞാൽ അതിന് കളർ ഡെൻസിറ്റി സ്ലൈസ് ആയിട്ട് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യാം. പിന്നെ അത് ഡ്രൈപ്ഡ് വ്യൂസ്. The ultimate display is usually one which registers or drapes a surface image, such as a landscape scene onto a DEM array. ഒരു തന്നിരിക്കുന്ന ഒരു ഇതിനെ നമ്മൾ ഒരു ഇമേജ് ഡ്രൈപ്ഡ് ഓവർ DEM, അതായത് നമുക്ക് ഒരു വ്യൂ മാറ്റാമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇങ്ങനെ ഒരു നമ്മളുടെ ബേസിക് ഒരു ഡിജിറ്റൽ എലിവേഷൻ മോഡൽ എടുത്താൽ നമുക്കൊരു പ്രത്യേക ഏരിയ വ്യൂ ചെയ്യണം ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ ഡ്രൈപ്ഡ് വ്യൂസ്. നമുക്ക് ആ പർട്ടിക്കുലർ ഏരിയ സെലക്ട് ചെയ്ത് അതിനെ ഫോക്കസ് ചെയ്യും, അതിന്റെ പ്രത്യേക വ്യൂ എന്ന് കാണാം. നെക്സ്റ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ പെർസ്പെക്റ്റീവ് വ്യൂ ആണ്. പെർസ്പെക്റ്റീവ് വ്യൂ എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഇഷ്ടത്തിന്, സിൻസ് വൺ ക്യാൻ റീഡിലി കാൽക്കുലേറ്റ് ജോമെട്രിക് വേരിയബിൾസ് such as orientation, height from a digitalized data, the surface can be recreated to look like oblique photos. It is easy to examine the surface from different perspectives by rotating the view. അതായത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പെർസ്പെക്റ്റീവ് ആയിട്ട് വ്യൂ ചെയ്യാം എന്ന് മാത്രമാണ്. അപ്പൊ ഇതാണ് എന്തിന്റെ കീഴിൽ വരുന്നത്, ഡിജിറ്റൽ എലിവേഷൻ മോഡലിന്റെ കീഴിൽ വരുന്നത്. രണ്ടാമത് ചെയ്യുന്നത് വെച്ചാൽ ഇൻഫർമേഷൻ സിസ്റ്റം.
It is known that information system is a set of written electronic. ഇതൊക്കെ നോൺ കാർട്ടോഗ്രാഫിക്കിന്റെ കാര്യത്തിലാണ്. ഈ കാർട്ടോഗ്രാഫിക് നോൺ കാർട്ടോഗ്രാഫിക്കിന്റെ വ്യത്യാസം പറഞ്ഞാൽ കാർട്ടോഗ്രാഫിക് കുറച്ചും കൂടി വിഷ്വലൈസേഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ നോൺ കാർട്ടോഗ്രാഫിക് എന്താണ് കൊടുക്കുന്നത്? അതിനകത്ത് വാല്യൂസും അതിന്റെ ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ഒക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു വിഷ്വലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു എയർപോർട്ട് പ്ലാൻ ചെയ്യുമ്പോഴോ അതിന്റെ ഈ എയർപോർട്ട് ഇങ്ങനെ ഒരു 3D മോഡൽ ഉണ്ടാക്കി നമ്മളൊരു എയർപോർട്ട് പ്ലാൻ ചെയ്തു. ഇതിന്റെ ഒരു വാലിയിൽ ഒരു എയർപോർട്ട് എന്ന് വിചാരിക്കാം. ഇപ്പൊ ടേക്ക് ഓഫിന്റെ ലാൻഡിങ്ങിന്റെ ഒക്കെ സമയത്ത് എങ്ങനെ ഇതിനെ ബാധിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ DEMs യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു മോഡൽ ഉണ്ടാക്കി നമ്മൾ അവിടെ ലാൻഡിങ്ങിനെ നമ്മൾ സിമുലേറ്റ് ചെയ്യും അതായത് സോഫ്റ്റ്വെയർ വെച്ച്. അപ്പം ഒരു വിൻഡ് കൊടുക്കും. അപ്പൊ ഈ വിൻഡ് ഈ മോഡലിൽ എങ്ങനെ അതിനെ പ്രതിഫലിപ്പിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അത് കുറച്ചും കൂടി ഒരു ഹയർ ലെവൽ ടോപ്പിക്കാണ്. ബേസിക്കലി മനസ്സിലാക്കുക, ഈ നോൺ കാർട്ടോഗ്രാഫിക് ഔട്ട്പുട്ട് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? നമുക്കൊരു വിഷ്വലൈസേഷന് വേണ്ടിയിട്ടാണ്. കാർട്ടോഗ്രാഫിക് ഔട്ട്പുട്ട് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്? അതൊരു ഇൻഫോർമേറ്റീവ് ആണ് കുറച്ചും കൂടെ. അതായത് നമുക്കൊരു എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെയാണ് എവിടെയൊക്കെ ലൊക്കേറ്റഡ് എന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതിനകത്ത് നമുക്ക് എന്താ ലൊക്കേഷനും കാര്യങ്ങളൊന്നും മനസ്സിലാക്കില്ല. നമുക്കൊരു വിഷ്വലൈസേഷൻ മാത്രം നമുക്ക് കിട്ടും. ഇങ്ങനത്തെ ഒരു മോഡൽ നമ്മൾ ഇപ്പം എൻവയൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിനോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എയർപോർട്ട് പ്ലാനിങ്ങിന്റെ സമയത്തൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ കഴിയും. അതാണ് ഈ DEM ഈ നോൺ കാർട്ടോഗ്രാഫിക്കിന്റെ ഉദ്ദേശം. അതുപോലെ തന്നെ DEM ഉണ്ട്, അതായത് ഡിജിറ്റൽ എലവേഷൻ മാപ്പിന്റെ കൂടെ നമുക്ക് കാണിക്കാൻ കഴിയുന്ന വേറൊരു ഇൻഫർമേഷൻ സിസ്റ്റം യൂസ് ചെയ്തിട്ട് കുറച്ചും കൂടി എളുപ്പത്തിൽ എങ്ങനെയാണ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ കമ്പോണൻസ് എന്തൊക്കെയായിരിക്കും. അത് ഇൻഫർമേഷൻ സിസ്റ്റം ഇത്രേ ഉള്ളൂ. അതായത് റിട്ടൺ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ആയിട്ട് നമ്മൾ കാണിക്കുകയാണ്, അല്ലെങ്കിൽ ഗ്രാഫിക്കലായിട്ട് നമുക്ക് അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. വിഷ്വലൈസേഷൻ മാത്രമാണ്. ആ DEMs ഡിജിറ്റൽ എലിവേഷൻ മാപ്പുകൾക്ക് പകരം ഒരു ഇൻഫർമേഷൻ ആയിട്ട് കൊടുക്കാം. Any information could be spatial or non-spatial. The non-spatial information system is managed through a database and internet linked database. അതായത് സെയിം ഡാറ്റാബേസ് നമ്മൾ പല സ്ഥലത്തും നമ്മൾ കൊടുക്കും. അതാണ് ഇൻഫർമേഷൻ സിസ്റ്റം. Any website is an example to a non-spatial information system. On the contrary, spatial information system requires special tools such as geospatial libraries for managing the database as well as managing the web components. അതായത് ഒരു നോൺ സ്പേഷ്യൽ ഇൻഫർമേഷന്റെ ഒരു എക്സാമ്പിൾ എന്താണ്? ഏതൊരു വെബ്സൈറ്റ് നോൺ സ്പേഷ്യൽ ഇൻഫർമേഷൻ ആണ്. ഇപ്പൊ നമ്മുടെ കോളേജിന്റെ വെബ്സൈറ്റ് നോൺ സ്പേഷ്യൽ ഇൻഫർമേഷൻ ആണ്. ആ ഇൻഫർമേഷൻ തരുന്നത് എന്ത് കോഴ്സുകൾ, എന്തൊക്കെ ഫാക്കൽറ്റിയുടെ ഡീറ്റെയിൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏതൊരു വെബ്സൈറ്റ് നോൺ സ്പേഷ്യൽ ഇൻഫർമേഷൻ. പക്ഷെ ഒരു ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്ന ഒരു സ്പേഷ്യൽ ഇൻഫർമേഷൻ തരുന്ന സാധനമാണ്. ഓരോ ലൊക്കേഷൻ ഒക്കെ അതിനകത്ത് അറിയുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ. For instance, in some web pages like Google Maps use spatial information system where maps are displayed for conveying the message rather than text and graphics. അതായത് ഈ നോൺ കാർട്ടോഗ്രാഫിക്കിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് തന്നെയാണ്. അത് എന്താണ്? കാർട്ടോഗ്രാഫിക്കിനകത്ത് പല സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്ത് അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു പ്രോപ്പർ കാർട്ടോഗ്രാഫിക് മാപ്പ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ വേണമെങ്കിൽ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. അതായത് അതിനകത്ത് പല സിമ്പിൾസ് വെച്ചാണ് ഇതൊക്കെ ഒരു പ്രോപ്പർ കാർട്ടോഗ്രാഫിക് മാപ്പാണ്. മനസ്സിലായോ? കണ്ടില്ലേ? ഇവിടെ കണ്ടില്ലേ? ഇതൊക്കെ ഓരോ സിമ്പിൾസ് വെച്ചാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത്രയുള്ള കാർട്ടോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇമേജ് ഞാൻ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ, ലോഡ് ആവട്ടെ. ഇതിനകത്ത് കണ്ടില്ലേ? ഇതിനകത്ത് ഓരോ സിമ്പിൾസ് യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടോ? സിമ്പിൾസ്, ടെക്സ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചാണ് കാണിക്കുന്നത്. പക്ഷെ നോൺ കാർട്ടോഗ്രാഫിക് ആണെങ്കിൽ ഗൂഗിൾ മാപ്പ് എന്താണ്? അത്ര സിമ്പിൾസും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒരു ബേസിക് ഇൻഫർമേഷൻ മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ അതാണ് ബേസിക് ആയിട്ട് കാർട്ടോഗ്രാഫിക് നോൺ കാർട്ടോഗ്രാഫിക് ഔട്ട്പുട്ട് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ എല്ലാവർക്കും ഈ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളത് ഫസ്റ്റ് മൊഡ്യൂൾ, തേർഡ് മൊഡ്യൂളിലേക്ക് കടക്കാനാണ്. സെക്കൻഡ് മൊഡ്യൂളിൽ
എന്തൊക്കെയാ പറയാന്നുള്ളത് നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ ഉണ്ടാവുമല്ലോ. നിങ്ങൾ എക്സാമിനെ കുറച്ച് പഠിച്ചിട്ടുണ്ട്, ഇവിടം വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു വന്നു സ്പേഷ്യൽ ഡാറ്റ എഡിറ്റിങ്ങിനെ കുറിച്ച് വന്നു. പിന്നെ പ്രധാനമായിട്ടും പറഞ്ഞത് എന്താണ് കാർട്ടോഗ്രാഫിക് ഡാറ്റ, നോൺ കാർട്ടോഗ്രാഫിക് ഔട്ട്പുട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് സെക്കൻഡ് മൊഡ്യൂളിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ കൂടുതൽ ഡെവലപ്പ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ സിലബസിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് GIS എങ്ങനെ ഇതിനൊക്കെ ആപ്ലിക്കബിൾ ആവും എന്നൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് ശരിക്കും നമ്മൾ എക്സാമിന് എഴുതേണ്ടത് കുറച്ചും കൂടി ബ്രീഫായിട്ട്. അപ്പം അതൊക്കെ നിങ്ങൾ റെഫർ ചെയ്ത് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതൊക്കെ ഒരു ബേസിക് ഐഡിയ അത്രേ ഉള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് മൊഡ്യൂളിലേക്ക് കടക്കാം. നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊഡ്യൂൾ 3 പ്ലാനിങ് ആൻഡ് സൈറ്റ് സെലക്ഷൻ. അപ്പൊ ഈ മൊഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? സൈറ്റ് സ്യൂട്ടബിലിറ്റി അനാലിസിസ് ആണ്. ശരിക്കും ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ GIS വെച്ച് ഈ സൈറ്റ് സ്യൂട്ടബിലിറ്റി അനാലിസിസ് എങ്ങനെ നടത്താം എന്നതിനെ കുറിച്ചാണ് അവർ ഈ മൊഡ്യൂളിൽ അവർ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കൺവെൻഷണൽ വേയിൽ ഇപ്പോൾ സൈറ്റ് സ്യൂട്ടബിലിറ്റി അനാലിസിസ് ഇപ്പോൾ റെസിഡൻഷ്യൽ ഏരിയ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഏരിയ, കൊമേഴ്ഷ്യൽ ഏരിയ അല്ലെങ്കിൽ റിക്രിയേഷണൽ ഏരിയ, ഇങ്ങനത്തെ ഏരിയാസിലൊക്കെ നോർമൽ കൺവെൻഷണൽ മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെയാണ് സൈറ്റ് സ്യൂട്ടബിലിറ്റി അനാലിസിസ് നടത്തേണ്ടത് എന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്നിട്ട് പിന്നീട് നമ്മൾ GIS വെച്ച് എങ്ങനെ ഇതിന് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ നോക്കും. അപ്പൊ ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നത്? റെസിഡൻഷ്യൽ ഏരിയയിലെ സൈറ്റ് സ്യൂട്ടബിലിറ്റി അനാലിസിസ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പം ഒരു റെസിഡൻഷ്യൽ ഏരിയ നമ്മൾ പ്ലാൻ ചെയ്യുക. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് റെസിഡൻഷ്യൽ ഏരിയ ആണ്, അല്ലാതെ നിങ്ങളൊരു വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരു ഹൗസോ അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ്, ഒരു സിംഗിൾ ബിൽഡിംഗ് മാത്രം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളല്ല. അത് ഫോളോ ചെയ്യാം, പക്ഷെ ഇതിനെ കുറച്ചും കൂടി സ്പെഷ്യലൈസ് ചെയ്യുന്നത് എന്താണ്? റെസിഡൻഷ്യൽ ഏരിയയിലാണ്. റെസിഡൻഷ്യൽ ഏരിയയ്ക്ക് വേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ടൗൺ പ്ലാൻ ചെയ്യുമ്പോൾ അതിലെ റെസിഡൻഷ്യൽ ഏരിയ എവിടെ വരണമെന്നും എന്തൊക്കെ ഫാക്ടേഴ്സ് ആ സൈറ്റ് ചൂസ് ചെയ്യുന്നതിനെ അഫക്റ്റ് ചെയ്യുമെന്നും ഒക്കെ ഇത് നമുക്ക് പറയാൻ കഴിയും. അപ്പൊ എന്തൊക്കെയാണ് നോക്കുക? ഫസ്റ്റ്, the site should be in fully developed area or an area which has potential for development. അതായത് ഫസ്റ്റ് സ്യൂട്ടബിലിറ്റിന്റെ എന്താണ് വരിക? ഒരു ഫുള്ളി ഡെവലപ്ഡ് ഏരിയ ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം? അത് ഒരു ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ വേണം ആ ഏരിയക്ക്. ഫോർ എക്സാമ്പിൾ ഇപ്പം റെസിഡൻഷ്യൽ ഏരിയ ബിൽഡ് ചെയ്യുമ്പം നമ്മൾ കുറച്ച് അണ്ടർ ഡെവലപ്ഡ് ആയ സ്ഥലത്ത് പോയിട്ട് റെസിഡൻഷ്യൽ ഏരിയ ബിൽഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്താണ്? ആരും അവിടെ വന്ന് താമസിക്കാൻ പോകുന്നില്ല അണ്ടർ ഡെവലപ്ഡ് ഏരിയയിൽ. ഒരു സിംഗിൾ ബിൽഡിംഗ് പണിയുന്ന പോലെയല്ല, ഒരു റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ ഹൺഡ്രഡ്സ് ഓഫ് ബിൽഡിങ്സ് വരും. അപ്പൊ അത് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ആ ഏരിയക്ക് വേണ്ടി മാറ്റി വെക്കണം. സെക്കൻഡ് എന്താണ്? there should be good transport facilities such as railway, bus service, കോളേജ് ഓഫീസ്, മാർക്കറ്റിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഗുഡ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി വേണം. റെയിൽവേ, മെട്രോ, ബസ് സർവീസ് ഒക്കെ വേണം റെസിഡൻഷ്യൽ ഏരിയയുടെ അടുത്ത്. നെക്സ്റ്റ് പറഞ്ഞാൽ സിവിൽ സർവീസസ് സച്ച് ആസ് വാട്ടർ സപ്ലൈ, ഡ്രെയിനേജ്, സീവേഴ്സ്, ഇലക്ട്രിസിറ്റി ലൈൻസ് should be available with no extra cost. അതായത് ഈ റെസിഡൻഷ്യൽ ഏരിയ നമ്മൾ പ്ലാൻ ചെയ്യുമ്പം അങ്ങോട്ടേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ കോസ്റ്റ് കൊടുക്കാൻ പാടില്ല. ഓൾറെഡി അവിടെ അതിനടുത്ത് അവൈലബിൾ ആയിരിക്കണം. അതിനകത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കൺവേർട്ട് ചെയ്തെടുക്കാൻ കഴിയണം. അതാണ് തേർഡ് പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർത്ത് പോയിന്റ് എന്താണ്? The soil should not be made up type to avoid any future possible differential settlement and hence crack. സോയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഓൾറെഡി സ്റ്റേബിൾ സോയിൽ ആയിരിക്കണം അവിടെ, അല്ലാതെ അവിടെ ഒരു മെയ്ഡപ്പ് സോയിൽ ആയിരിക്കും. നമ്മളിപ്പം ഒരു അവിടെ നിന്നൊക്കെ സോയിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് അതിനെ പൊക്കിയെടുത്ത് കൊണ്ടുവരുന്ന സോയിൽ ആവരുത്. ഓൾറെഡി സ്റ്റേബിൾ ആയിട്ടുള്ള സോയിൽ ആയിരിക്കണം അവിടെ. എന്ത് ചെയ്യുന്നത്? ഫ്യൂച്ചർ പോസിബിൾ ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റും അതിനോട് അനുബന്ധിച്ച് വരുന്ന ക്രാക്കുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ബിൽഡിങ്ങിൽ തന്നെ ഒരു ഏരിയ സെറ്റിൽ ആവുന്നു. ഐ മീൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഫ്രഷ് സ്ഥലത്ത് നമ്മൾ വീട് പണിയുമ്പോൾ
നമ്മൾ മണ്ണ് ഇട്ട് പൊക്കി നടത്തിയ വീട് പണിയുമ്പോൾ അവിടെ സെറ്റിൽമെന്റ് നടക്കാൻ സാധ്യതയുണ്ട്. ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് ആണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ്. ഈ ടോട്ടൽ സെറ്റിൽമെന്റിനെ കാണും. ടോട്ടൽ സെറ്റിൽമെന്റ് എന്ന് പറയുമ്പോൾ മൊത്തത്തിലെ ബിൽഡിംഗ് താഴോട്ട് പോകുമായിരിക്കും. ലൈക് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ താഴോട്ട് പറഞ്ഞാൽ മീറ്റർ കണക്കിന് താഴോട്ട് പോകില്ല, 1 or 2 mm ഒക്കെ ആയിരിക്കും സെറ്റിൽമെന്റ് വരിക. പക്ഷെ ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് എന്താ സംഭവിക്കുക, ഒരേ ഏരിയ മാത്രം സെറ്റിൽ ആവും, മറ്റേ ഏരിയ പൊങ്ങും ഒരു ബിൽഡിങ്ങിന്റെ തന്നെ. അപ്പൊ എന്ത് പറ്റും, അവിടുത്തെ കണക്ഷൻസ് എല്ലാം ഡാമേജ്ഡ് ആവും, ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ആയിരിക്കില്ല, പിന്നീട് വലിയ ക്രാക്കുകളിലേക്ക് ആയിരിക്കും. അപ്പൊ ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് ആണ് കൂടുതൽ ഡേഞ്ചറസ് ടോട്ടൽ സെറ്റിൽമെന്റിനെക്കാൾ. ടോട്ടൽ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ബിൽഡിംഗ് ഒരേപോലെ താഴോട്ട് പോയിരിക്കും, ഒരു 1 or 2 mm. പക്ഷെ അതിനുള്ള പ്രൊവിഷൻസ് ഒക്കെ നമ്മൾ കണക്ഷൻസിൽ കൊടുക്കും. ഇപ്പം വാട്ടർ സപ്ലൈ കണക്ഷൻ ആണെങ്കിലും മറ്റേ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഒക്കെ ആണെങ്കിലും ഇങ്ങനത്തെ ചെറിയ സെറ്റിൽമെന്റിനുള്ള പ്രൊവിഷൻ നമ്മൾ കൊടുക്കും. പക്ഷെ ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് വരുമ്പോൾ പ്രശ്നമാവും. കാര്യം ഒരു ബിൽഡിങ്ങിന്റെ ഓരോ ഏരിയയും വേറെ രീതിയിലായിരിക്കും സെറ്റിൽ ആവുക. നെക്സ്റ്റ്, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ സോയിലായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നിങ്ങൾ ദുബായിൽ ഒരു ഐലൻഡ് വരുന്നുണ്ട്, പാം ജുമേറ, ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞ് കുറെ ഐലൻഡുകൾ, അതായത് മാൻമെയ്ഡ് ഐലൻഡ്സ് ആണ്. പാം ജുമേറ എന്നൊക്കെ പറഞ്ഞ പല ഐലൻഡുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഇവര് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വന്നിരിക്കുന്നത് എന്താണ്, ഈ ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് ആയത്. കാര്യം അതൊരു മാൻമെയ്ഡ് സ്ട്രക്ചർ ആണ്, നാച്ചുറൽ ആയിട്ട് ഒന്നല്ല. അതിനകത്തേക്ക് ബിൽഡപ്പ് ഏരിയ ആയിരുന്നു. അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് അതിൽ ബാധകമായിട്ട് വന്നത് അതിന്റെ സോയിൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. The selected site should be large enough both to ensure the building abundant light and no air to prevent any overdominance by the neighboring buildings. അതായത് നമ്മൾ തന്നിരിക്കുന്ന ഈ റെസിഡൻഷ്യൽ ഏരിയയിലെ ബിൽഡിങ്സ്, എല്ലാ ബിൽഡിങ്ങുകൾക്കും സഫീഷ്യന്റ് ഏരിയ കൊടുക്കണം. എന്തിനാണ്, പ്രോപ്പർ ലൈറ്റ് എൻഷുർ ചെയ്യണം, സൺലൈറ്റ് എൻഷുർ ചെയ്യണം, എയർ എൻഷുർ ചെയ്യണം. അപ്പൊ അതുപോലെ തന്നെ ഓവർ ഡോമിനൻസ് പാടില്ല. ഇപ്പൊ വലിയൊരു ബിൽഡിങ്ങിന്റെ സൈഡിൽ ചെറിയൊരു ബിൽഡിംഗ് പണിയുമ്പോൾ വിഷയം എന്താണ്, അവിടെ ആ വലിയ ബിൽഡിങ്ങിന്റെ ഓവർ ഡോമിനൻസ് വരും. അവിടെ നിന്ന് വരുന്ന ലൈറ്റ്, അവിടെ നിന്ന് വരുന്ന നോയ്സ്, അവിടെ നിന്ന് വരുന്ന ഒരു പ്രോപ്പർ എയർ സർക്കുലേഷനെ ബാധിക്കുന്ന രീതിയിൽ ഈ വലിയ ബിൽഡിംഗ് ആക്ട് ചെയ്യും. അപ്പൊ അത് ഒഴിവാക്കണം എന്നാണ് 5th പോയിന്റ് പറയുന്നത്. 6th പോയിന്റ് എന്താണ്, ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഷുഡ് നോട്ട് ബി വെരി ഹൈ. അതെന്താണ് കാര്യം, ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഹൈ ആവരുത്. കാര്യം എന്താണ്, ഇത് നമ്മളുടെ സോയിൽ സ്ട്രെങ്ത്തിനെ ബാധിക്കും. ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഹൈ ആവുന്നതോടുകൂടി സോയിലിന്റെ ബിയറിംഗ് കപ്പാസിറ്റി കുറയും. അപ്പം സോയിലിന് തന്നിരിക്കുന്ന ലോഡ് എടുക്കാൻ കഴിയില്ല. മാത്രമല്ല ഒരു ഫ്ലഡിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും, പ്രോപ്പർ ഡ്രെയിനേജ് സാധ്യമായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതും നമ്മളുടെ ഈ 4th പോയിന്റായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആണ്. സോയിൽ ആ ഏരിയയിൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. നെക്സ്റ്റ്, നിയർനെസ് ടു സ്കൂൾ, ഹോസ്പിറ്റൽ, മാർക്കറ്റ്, അറിയാലോ. പിന്നെ നെക്സ്റ്റ് എന്താണ്, ഗുഡ് ലാൻഡ്സ്കേപ്പ് വ്യൂ. അതായത് റെസിഡൻഷ്യൽ ഏരിയ പ്ലാൻ ചെയ്യുന്നത് എവിടെ ആയിരിക്കണം, നല്ല ലാൻഡ്സ്കേപ്പ് വ്യൂ ഉള്ള സ്ഥലത്തെ റെസിഡൻഷ്യൽ ഏരിയ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് വേസ്റ്റ് ഡംപ് ചെയ്യുന്ന സ്ഥലത്തിന്റെ അടുത്തായിട്ട് റെസിഡൻഷ്യൽ ഏരിയ ഒന്നും കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയില്ല. അവിടെ എന്തായിരിക്കണം, എന്തെങ്കിലും കോസ്റ്റ് ലൈൻ വേണം. കോസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ലാൻഡ്സ്കേപ്പ് വ്യൂ വേണം, അല്ലെങ്കിൽ ഒരു മൗണ്ടൻ കാണാൻ കഴിയണം അതിന്റെ അടുത്തുനിന്ന്. അല്ലെങ്കിൽ അവിടെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് സ്ഥലത്തെ റെസിഡൻഷ്യൽ ഏരിയ ബിൽഡ് ചെയ്യാൻ പാടുള്ളൂ. കാര്യം അതാണ് ആ മൊത്തം ഏരിയയിലെ തന്നെ ആളുകളുടെ പ്രൊഡക്ടിവിറ്റിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ റെസിഡൻഷ്യൽ ഏരിയയിലെ വ്യൂ എന്ന് പറയുന്നത്. അതാണ് 8 ഗുഡ് ലാൻഡ്സ്കേപ്പ് വ്യൂ. 9th പറഞ്ഞാൽ അവേ ഫ്രം ബിസി കൊമേഴ്ഷ്യൽ റോഡ്സ്. അപ്പം നമുക്ക് ഓൾറെഡി ബിസി കൊമേഴ്ഷ്യൽ റോഡ്സ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, എപ്പോഴും അവിടെ ബഹളമായിരിക്കും, പൊല്യൂഷൻ ഉണ്ടാവും, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ടാവും. അപ്പൊ ഇത് തന്നിരിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയ കാം ആൻഡ് ക്വയറ്റ് ഏരിയയിലായിരിക്കണം, പൊല്യൂഷൻ കുറവായിരിക്കണം, സൗണ്ട് നോയ്സ് കുറവായിരിക്കണം, സൗണ്ട് പൊല്യൂഷൻ കുറവായിരിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. അതുകൊണ്ട് ബിസി കൊമേഴ്ഷ്യൽ റോഡ്സ് എന്ന് മാറിയിരിക്കണം. അവേ ഫ്രം ഫാക്ടറീസ് ആൻഡ് പവർ പ്ലാന്റ്സ്, അത് വലിയ പ്രശ്നമാണ്. കാര്യം ഫാക്ടറീസ് എന്താണ് സംഭവിക്കുക, ഒരു പക്ഷേ ഫാക്ടറിയിൽ എന്തെങ്കിലും ഒരു കാഷ്വാലിറ്റി സംഭവിച്ചാൽ, പവർ പ്ലാന്റിൽ കാഷ്വാലിറ്റി സംഭവിച്ചാൽ ഈ റെസിഡൻഷ്യൽ ഏരിയയിലെ ആളുകളെ വലിയ രീതിയിൽ ബാധിക്കും. അപ്പോൾ ഫാക്ടറീസ് ഒക്കെ സെപ്പറേറ്റ് ഏരിയയിലാണ് പാടുള്ളൂ, റെസിഡൻഷ്യൽ ഏരിയയോട് നിയർ ആയിട്ട് വെക്കാൻ പാടില്ല. ഓറിയന്റേഷൻ ഓഫ് ദ സൈറ്റ്, ഈ ഓറിയന്റേഷൻ ഓഫ് സൈറ്റും നമ്മുടെ 5th പോയിന്റ് നമ്മൾ ഒരു ബന്ധമുണ്ട്. കാര്യം ഓറിയന്റേഷൻ ഓഫ് ദ സൈറ്റ് അനുസരിച്ചാണ് എന്താണ് ഈ അവിടെ സൺലൈറ്റ്, അവിടുത്തെ എയർ,
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാധിക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ത്രൂ ഔട്ട് ലൈറ്റ് കിട്ടുന്ന അവസ്ഥ വന്നാൽ എന്താ സംഭവിക്കുക? ഓവർ ഹീറ്റിംഗ് ആവും ഈ ബിൽഡിങ്സ് മുഴുവൻ. ഈ ഓവർ ഹീറ്റിംഗ് ആകുമ്പോൾ എന്താണ് വരിക? പവർ കൺസംഷൻ കൂടും, അത് പിന്നീട് ലോസിലേക്ക് നയിക്കും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓറിയന്റേഷൻ ശ്രദ്ധിക്കണം. ഇപ്പം എവിടെ നിന്നാണ് വിൻഡ് വരുന്നത്, എവിടെ നിന്നാണ് കൂടുതൽ സൺലൈറ്റ് വരുന്നത്, ആവശ്യത്തിന് സൺലൈറ്റും ആവശ്യത്തിന് എയറും അകത്ത് കയറുക, ഒന്നും ഓവറായിട്ടില്ലാത്ത രീതിയിൽ തന്നെ ഈ റെസിഡൻഷ്യൽ ഏരിയനെ ഓറിയന്റ് ചെയ്യുക. അതിപ്പോ അതുപോലെ തന്നെ വേറെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പൊ ഒരു ഫാക്ടറി ഉണ്ടെന്നായിരിക്കും. ഒരു ഫാക്ടറി ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ, ഒരുപാട് ഫാക്ടറീസ് ഉള്ള ഏരിയ. അപ്പൊ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്ന് പൊല്യൂട്ടൻസ് പുറത്തേക്ക് വിടും. അത് സ്മോക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ പല എയർ പൊല്യൂഷൻ ആയിരിക്കാം. അതൊക്കെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവും. അപ്പൊ ഈ വിൻഡ് ഈ പൊല്യൂട്ടൻസിനെ ക്യാരി ചെയ്ത് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് എത്തിക്കരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ വിൻഡിന്റെ ഡയറക്ഷൻ നോക്കണം. റെസിഡൻഷ്യൽ ഇൻഡസ്ട്രിയൽ ഏരിയ എവിടെയാണെന്ന് നോക്കണം. ഈ വിൻഡ് എന്ത് ചെയ്യണം? ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്ന് വരുന്ന സ്മോക്കിനെ ഒരിക്കലും ഈ റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് എത്തിക്കരുത്. അങ്ങനത്തെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് റെസിഡൻഷ്യൽ ഏരിയ വെക്കരുത്. അതൊക്കെയാണ് ഓറിയന്റേഷൻ ഓഫ് സൈറ്റിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങൾ. ഇതൊക്കെയാണ് റെസിഡൻഷ്യൽ ഏരിയ സൈറ്റ് സ്യൂട്ടബിലിറ്റി അനാലിസിസിൽ വരുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സൈറ്റ് സ്യൂട്ടബിലിറ്റി അനാലിസിസ് ഫോർ ഇൻഡസ്ട്രിയൽ ഏരിയ. ഇത് GIS ആയിട്ട് റിലേറ്റഡ് ആയിട്ടല്ല പറയുന്നത് കേട്ടോ. ഇത് ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്, GIS റിലേറ്റഡ് ആയിട്ടല്ല പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സൈറ്റ് സ്യൂട്ടബിലിറ്റി അനാലിസിസ് ഫോർ ഇൻഡസ്ട്രിയൽ ഏരിയ. അപ്പൊ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഫാക്ടർ പറഞ്ഞാൽ പ്രൈമറി ഫാക്ടർ. പ്രൈമറി ഫാക്ടറിന്റെ കീഴിൽ എന്താ വരുന്നത്? അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്. ഇപ്പൊ എന്താണോ ഫാക്ടറി, അതിന്റെ റോ മെറ്റീരിയൽസ് അവിടെ അവൈലബിൾ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പം കേരളത്തിൽ ഇപ്പോൾ സിമെന്റ് ഫാക്ടറീസ് വളരെ കുറവാണ്. കാര്യം എന്താ? അതിന്റെ റോ മെറ്റീരിയൽസ് അവൈലബിൾ അല്ല കേരളത്തിൽ കൂടുതൽ. ആകെ വളരെ കുറച്ച് സിമെന്റ് ഫാക്ടറീസ് മാത്രമേ ഉള്ളൂ. പാലക്കാട് ഒരു മലബാർ സിമെന്റ് ഫാക്ടറി ഉണ്ട്. അങ്ങനെ വളരെ കുറച്ച് എണ്ണം മാത്രമേ ഉള്ളൂ. അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ കേരളത്തിലുള്ള സിമെന്റ് ഫാക്ടറി. പാലക്കാടുള്ള വാളയാറുള്ള ഒരു മലബാർ സിമെന്റ്സ് എന്ന് പറഞ്ഞൊരു ഫാക്ടറി മാത്രമേ കേരളത്തിലുള്ളൂ. അതുപോലെ എന്താ കാര്യം വെച്ചാൽ അതിന്റെ അവിടെ നിന്ന് റോ മെറ്റീരിയൽസ് അടുത്തില്ല. പക്ഷെ അതേസമയം തമിഴ്നാട്, സേലം, കരൂർ ഏരിയയിലൊക്കെ പോയാൽ ഒരുപാട് സിമെന്റ് ഫാക്ടറീസ് കാണാൻ കഴിയും. അവിടെയാണ് നമ്മുടെ അൾട്രാടെക് ഉള്ളത്, അതുപോലെ ചെട്ടിനാട് ഉള്ളത്, ഡാൽമിയ, അങ്ങനെ പല ഇന്ത്യ സിമെന്റ്, അങ്ങനെ പല സിമെന്റ് ഫാക്ടറീസും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയയിൽ. കാരണം എന്താ? അവിടെ റോ മെറ്റീരിയൽ ഓൾറെഡി അവൈലബിൾ ആണ്. ഇപ്പൊ ഈ അൾട്രാടെക്കിനൊക്കെ ഈ സിമെന്റിന് വേണ്ട റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെ അവൈലബിൾ ആയിരിക്കും. അത് അവർക്ക് വലിയ രീതിയിൽ ബെനിഫിറ്റ് ചെയ്യും. അപ്പം എന്താ സംഭവിച്ചാല്, ഇപ്പം എന്തുകൊണ്ടാണ് ചില സ്ഥലത്ത് ഇത് പാടില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് പ്രോപ്പർ ഏരിയ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇവർക്ക് എന്തുണ്ടാവില്ല, റോ മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ സിമെന്റിന്റെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്താണ്? ലൈം ആയിരിക്കും, അതായത് കാൽഷ്യം ഓക്സൈഡ്, പിന്നെ സിലിക്ക, അലൂമിനിയം, മാഗ്നീഷ്യം ഓക്സൈഡ്, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ ഇവർക്ക് ഏറ്റവും അടുത്ത് അവൈലബിൾ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൊടുക്കാൻ പാടില്ല. അപ്പൊ അതാണ് കാര്യം. അപ്പൊ അതാണ് എക്കണോമീനെ ബാധിക്കുന്ന രീതിയിലാണ് സംഭവിക്കുക. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ഇപ്പൊ താഴെ പറയുന്നത്, ഷുഗർ ഫാക്ടറീസ് ഉത്തർപ്രദേശിലാണ് കൂടുതൽ, ടെക്സ്റ്റൈൽ യൂണിറ്റ്സ് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലാണ്, സിൻ ഫാക്ടറീസ് മധ്യപ്രദേശിലുണ്ട്, ജൂട്ട് ഇൻഡസ്ട്രി വെസ്റ്റ് ബംഗാളിലുണ്ട്. അപ്പൊ ഈ റോ മെറ്റീരിയൽസിന്റെ നിയർ ആയിരിക്കണം എന്നതാണ് ഒരു വലിയൊരു ഫാക്ടർ ഈ നമ്മൾ ഇൻഡസ്ട്രിയൽ ഏരിയ പ്ലാൻ ചെയ്യുമ്പോൾ. ഇപ്പൊ നമ്മളൊരു ഇൻഡസ്ട്രിയൽ ഏരിയ, ഇപ്പോൾ കൊച്ചിയിൽ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ പ്ലാൻ ചെയ്യണം. അവിടുത്തെ ഉപയോഗിക്കേണ്ട റോ മെറ്റീരിയൽസ് ഇപ്പം ലൈമും, സിമെന്റ് ഫാക്ടറി, ഇൻഡസ്ട്രിയൽ ഏരിയക്കകത്ത് സിമെന്റ് ഫാക്ടറി ഉണ്ട്. അതിനകത്ത് യൂസ് ചെയ്യേണ്ടത് റോ മെറ്റീരിയൽസ് പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട അവസ്ഥ വരുമ്പോൾ വലിയ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വലിയ രീതിയിൽ കൂടും, ഈ ഫാക്ടറി നഷ്ടത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ ഏരിയ അവിടെ ഫെയിൽ ആവും. അപ്പം ഇൻഡസ്ട്രിയൽ ഏരിയ നമ്മൾ പ്ലാൻ ചെയ്യുമ്പം എന്താണ് റോ മെറ്റീരിയൽസ് അടുത്തുള്ളത് അതേപോലെ പ്ലാൻ ചെയ്യണം. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരേ ടൈപ്പുള്ള ഫാക്ടറീസ് ആയിരിക്കും ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ലൊക്കേറ്റ് ഉണ്ടാവുക. മനസ്സിലായി? ഇപ്പം നിങ്ങളിപ്പം നമ്മൾ കേരളത്തിൽ ഇങ്ങനത്തെ ഇൻഡസ്ട്രിയൽ ഏരിയസ് കുറവായിരിക്കും. ആകെയുള്ള ഇൻഡസ്ട്രിയൽ ഏരിയ ആലുവയിൽ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട്. അവിടെ എന്താണ് കൂടുതൽ ഓട് അല്ലെങ്കിൽ പ്ലൈവുഡ് ഫാക്ടറീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. കാര്യം എന്താണ്? നമുക്ക് ഇഷ്ടമുള്ള റോ മെറ്റീരിയൽസ് കിട്ടും ഈ പ്ലൈവുഡിന്റെ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ. അതുപോലെ ആലപ്പി ഉള്ള ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ എന്താണ്? കയർ ഫാക്ടറികൾ കൂടുതലാണ്. കാര്യം അവിടെ എന്താണ്? ഈ റോ മെറ്റീരിയൽ തൊട്ടടുത്താണ്. അപ്പൊ ഇങ്ങനൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ഒക്കെ പ്ലാൻ ചെയ്യുമ്പോൾ
അതിനകത്ത് എന്ത് ടൈപ്പ് ഇൻഡസ്ട്രീസ് ആണോ അതിനകത്തുള്ളത് അതിന്റെ റോ മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആയിരിക്കണമെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ പറയുന്നത് ബേസിക് കാര്യങ്ങളാണ്. റോ മെറ്റീരിയൽസ് 3 ടൈപ്പ് ഉണ്ട്. റോ മെറ്റീരിയൽസ് which are weight losing and cannot be preserved for long time. Foods for juice making. അതൊരു അപ്പം നമ്മളൊരു ജ്യൂസ് ഫാക്ടറി അല്ലെങ്കിൽ ഒരു ഫുഡ് ഫാക്ടറി, ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് തുടങ്ങുന്ന സമയത്ത് അതിനകത്ത് യൂസ് ചെയ്യേണ്ട ഫുഡ്സ് ഒരുപാട് നാളെ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ റോ മെറ്റീരിയൽ വിച്ച് ആർ ബൾക്കി, ഹെവി ആൻഡ് വെയിറ്റ് ലൂസിങ് ഇൻ നേച്ചർ. അയൺ ഓർ ഒക്കെ, കാരണം അയൺ ഓർ ബൾക്കിയാണ്, ഹെവിയാണ്, അത് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. ഭാവിയിൽ വെയിറ്റ് ലൂസ് ചെയ്യാൻ പറ്റും. റോ മെറ്റീരിയൽ വിച്ച് ആർ നോട്ട് ഹെവി ആൻഡ് ക്യാൻ പ്രിസർവ് ഫോർ ലോങ് ടൈം. ഫോർ എക്സാമ്പിൾ റോ കോട്ടൺ. അപ്പം എന്താണേലും ഈ റോ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി ആണ് നല്ല രീതിയിൽ ഡിപ്പെൻഡ് ആവും. ഇതിനകത്ത് പറയുന്നത് ഇൻഡസ്ട്രി യൂസിങ് തേർഡ് ടൈപ്പ് ഓഫ് റോ മെറ്റീരിയൽ ക്യാൻ ബി ലൊക്കേറ്റഡ് എനിവെയർ. Alfred Weber has given another type of raw materials called ubiquitous, like clay, sand and water, which are found everywhere and as such do not affect the location of industry. ഇപ്പോൾ ക്ലേ സാൻഡ് അല്ലെങ്കിൽ വെള്ളം, ഓട് ഫാക്ടറികൾ, അവിടെയൊക്കെ എന്താണ് ബേസിക് യൂസ് ചെയ്യുക? ക്ലേ ആണ് യൂസ് ചെയ്യുക. അതിൽ പോലും നല്ല ക്ലേ എന്നൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഫാക്ടറി ചില സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് റോ മെറ്റീരിയൽസിന്റെ ബേസിക് കാര്യങ്ങൾ. ഈ ആൽഫ്രഡ് വെബർ എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റ് ആണ് ഈ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. Another important point to be kept in mind that only nearness of raw materials is not sufficient. It must be easily accessible. Adequate transportation facilities should be available for carrying the materials from sources of supply. The guiding principle should be followed in this regard. That is, higher the proportion of the cost of raw materials to the total cost, greater is the possibility of choosing a site near the source of raw materials. എന്താണ് higher the proportion of the cost of raw materials? നമുക്ക് യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് നമ്മളുടെ പ്രൊഡക്റ്റിന്റെ കോസ്റ്റിൽ വലിയൊരു പെർസെൻറ്റേജ് ആണെങ്കിൽ ഈ നിയർനെസ്റ്റ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. ഇപ്പോൾ ആ തന്നിരിക്കുന്ന യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റ് നമ്മളുടെ മൊത്തം കോസ്റ്റിൽ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നില്ല എങ്കിൽ അതിന്റെ പ്രോക്സിമിറ്റി, ആ റോ മെറ്റീരിയലിന്റെ പ്രോക്സിമിറ്റി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ ആദ്യത്തെ എന്താണ് ലൊക്കേഷൻ എന്ന് പറയുന്നത്? പ്രൈമറി ഫാക്ടേഴ്സിൽ ഫസ്റ്റ് അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, രണ്ടാമത്തെ അവൈലബിലിറ്റി ഓഫ് ലേബർ. Labor cost is one of the main constituents of the total cost of production. It influences the total cost of production. Labor implies both skilled and unskilled workers. കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എന്തുകൊണ്ടാണ് കേരളത്തിൽ കൂടുതൽ ഫാക്ടറീസ് ഇല്ലാത്തതെന്ന് കാരണം വെച്ചാൽ ഇവിടുത്തെ ലേബർ കോസ്റ്റ് ആണ് കൂടുതൽ. ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുതലാണ്, ഇവിടുത്തെ ലേബർ കോസ്റ്റ് അതിനനുസരിച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ ഇവിടെ കൂടുതൽ ഫാക്ടറീസ് വരാൻ സാധ്യത കുറവ്. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ലേബർ കോസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ അതൊരു ഫാക്ടറാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഹൈലി സ്കിൽഡ് ലേബർ ആവശ്യം വരുന്ന സ്ഥലങ്ങളുണ്ടാവും. അവിടെയൊക്കെ എന്താണ് കണ്ടിന്യൂസ് സപ്ലൈ അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം പറഞ്ഞിരിക്കുന്നത് കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഡെവലപ്ഡ് അറ്റ് ലങ്കാഷെയർ. ലങ്കാഷെയർ എന്ന് പറഞ്ഞ ഒരു സിറ്റിയാണ് ബ്രിട്ടനിലെ, മെയിൻലി ഓൺ അക്കൗണ്ട് ഓഫ് അവൈലബിലിറ്റി ഓഫ് എഫിഷ്യൻ ലേബർ. അപ്പം ആ ലോക്കൽ ഏരിയയിലെ എഫിഷ്യൻ ലേബർ അവൈലബിൾ ആണെങ്കിൽ അവിടെ ഇൻഡസ്ട്രി ത്രൈവ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇവിടെ പറയാൻ കഴിയുന്ന ഒരു എക്സാമ്പിൾ എന്താണ്? കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ എന്താണ് കൂടുതലും മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫാക്ടറീസ് കോയമ്പത്തൂർ വർക്ക് ചെയ്യുന്നത്. കാര്യം എന്താണ്? അവിടുത്തെ ആളുകൾ കാലങ്ങളായിട്ട് ഇതിനകത്ത് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് അവൈലബിൾ ആണ് അവിടെ. അതുകൊണ്ട് തന്നെ അവിടെ സ്കിൽഡ് ലേബേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വേറെ എക്സാമ്പിൾ പറയുന്നത് ഐ ടി ഇൻഡസ്ട്രി. ഐ ടി ഇൻഡസ്ട്രി എവിടെയൊക്കെയാണ്? സിറ്റീസിൽ കൂടുതൽ ത്രൈവ് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് ലേബേഴ്സ് ഉണ്ടാവും. അതൊക്കെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പ്ലാൻ ചെയ്യുന്നത്? ഇൻഫോ പാർക്കോ അല്ലെങ്കിൽ ടെക്നോ പാർക്കോ അതൊക്കെ സിറ്റികളിൽ കൊണ്ട് പ്ലാൻ ചെയ്യാനുള്ള കാരണം അതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണല്ലോ. കാരണം എന്താണ്? ഈ സിറ്റീസിൽ കണ്ടിന്യൂസ് സപ്ലൈ ഉണ്ടാവും. അതൊരു ഫാക്ടർ മാത്രമാണ് കേട്ടോ. ഇപ്പം അവിടെ ഐ ടി ആണെങ്കിൽ പോലും അതൊരു ഫാക്ടറാണ് ലേബർ എന്ന് പറയുമ്പോൾ. മറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്, ട്രാവലിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ലേബറാണ്, അവൈലബിലിറ്റി ഓഫ് ലേബർ. സ്കിൽഡ് ലേബേഴ്സ് ഈസിലി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ കൂടുതൽ ഐ ടി കമ്പനീസ്, ടെക് സപ്പോർട്ടുകൾ വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ കൂടുതൽ സ്കിൽഡ് ലേബേഴ്സ് അവൈലബിൾ ആണ് എന്നതുകൊണ്ടാണ് ഇവിടെ ത്രൈവ് ചെയ്യാനുള്ള കാരണം. അപ്പം നമ്മളൊരു ഇൻഡസ്ട്രിയൽ ഏരിയ പ്ലാൻ ചെയ്യുമ്പോൾ എന്താണോ ഫാക്ടറി, അതിനകത്ത് ഏത് ടൈപ്പ് ലേബർ ആണോ ഉള്ളത്, ആ ലേബറിന് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് വേണം നമ്മളെ ഫാക്ടറീസും
നമ്മൾ ഫാക്ടേഴ്സിൽ ഇൻഡസ്ട്രിയൽ ഏരിയയുടെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യും. നെക്സ്റ്റ് അവൈലബിലിറ്റി ഓഫ് പവർ ആൻഡ് ഫ്യൂൽ. ഇതാണ് പ്രൈമറി ഫാക്ടേഴ്സിൽ തേർഡ് വൺ ആണ് അവൈലബിലിറ്റി ഓഫ് പവർ ആൻഡ് ഫ്യൂൽ. Availability of cheap power and fuel supplies was another decisive factor in selecting proper location of industrial unit. In the past, coal was the main source of supply for various type of heavy and large industries like iron, cement, etc. അപ്പം കോൾ ഫീൽഡ്സിന്റെ തൊട്ടടുത്ത് പവറിന്റെ മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ കോളായിരുന്നു. കോൾ ഫീൽഡ്സിന് തൊട്ടടുത്താണ് പണ്ട് ഫാക്ടറീസ് ത്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് എന്താ സംഭവിച്ചത്? പിന്നീട് ഇലക്ട്രിസിറ്റിയിലേക്ക് ഗ്യാസിലേക്ക് മാറി. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ഫാക്ടറീസിന്റെ ലൊക്കേഷൻ മാറി. അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അവൈലബിലിറ്റി ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്. നേരത്തെ പറഞ്ഞു ഇതാണ്, ലേബേഴ്സിന് എത്തിക്കാൻ ട്രാൻസ്പോർട്ട് വേണം, അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് എത്തിക്കാൻ ട്രാൻസ്പോർട്ട് വേണം, നമ്മുടെ ആ പ്രൊഡക്റ്റ് എത്തിക്കാൻ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് വേണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇൻഡസ്ട്രിയൽ ഏരിയസിനോട് ചേർന്ന് കിടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ അതിനൊരു ഇൻഡസ്ട്രിയൽ ഏരിയ പ്ലാൻ ചെയ്യുമ്പം അതിന് തൊട്ടടുത്ത് കാര്യങ്ങൾ ഒക്കെ വേണം. അപ്പൊ നമ്മളുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ KSIDC എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് കേരള സർക്കാരിന്റെ, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നാണ് പേര്. നമ്മുടെ കണ്ണൂരിൽ തന്നെ ഒരു സ്ഥലത്തുണ്ട്, സ്ഥലത്തിന്റെ പേര് ഓർമ്മയില്ല. അവിടെ അവർക്ക് പാർക്ക് ഉണ്ട്, ഇൻഡസ്ട്രിയൽ പാർക്ക് ഉണ്ട്. അതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അപ്പൊ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് അവിടെ വരികയാണ്, എനിക്ക് ഒരു ഫാക്ടറി അതിൻ്റെ അകത്ത് തുടങ്ങാൻ താല്പര്യമുണ്ട് പ്രകടിക്കുമ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങൾ KSIDC ആണ് ചെയ്തു കൊടുക്കുക. അവർക്ക് വേണ്ട വാട്ടർ സപ്ലൈ, ഇലക്ട്രിസിറ്റി, ട്രാൻസ്പോർട്ടേഷന്റെ കാര്യങ്ങൾ, ലേബറിന് അറേഞ്ച് ചെയ്ത് കൊടുക്കല്, ഇങ്ങനത്തെ കാര്യങ്ങൾ KSIDC വഴി മുഖേന ചെയ്തു കൊടുക്കും. അപ്പം അതൊക്കെയാണ് ഒരു ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ട് നമ്മളൊരു ഇൻഡസ്ട്രിയൽ ഏരിയ പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ബേസിക് കാര്യങ്ങളാണ്. അതുപോലെ നിയറസ്റ്റ് മാർക്കറ്റ്, അതായത് നമുക്ക് നമ്മളുടെ പ്രൊഡക്റ്റ് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയണം. പിന്നെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിയറസ്റ്റ് മാർക്കറ്റ് നമ്മൾ പറഞ്ഞു വയ്ക്കാം. Market greatly affects the establishment of industrial unit and is in fact dominant factor in locating an industrial unit in modern times. The production of goods is undertaken with the aim of selling them quickly. It is possible only on the account of nearest market. അപ്പം അറിയാലോ, നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ എത്രയും വേഗം അതിനെ മാർക്കറ്റ് ചെയ്ത് അതിനെ വിൽക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. Industries using pure raw material may be situated away from the source of such raw materials. For example, wool is primarily produced in Australia, but woolen industries are found throughout the world. On the other hand, market as a factor of location will not affect much the location of industries using heavy and weight using raw material. For example, iron and textile units are situated near coal supplying centers. കാരണം എന്താ? പവറിന്റെ കാര്യം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ബേസിക് പ്രൈമറി ഫാക്ടേഴ്സ് വരുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് വായിച്ച് നമുക്ക് മനസ്സിലാവും. അതുപോലെ ലാസ്റ്റ് കാര്യം, മാർക്കറ്റ്സ് മേ ബി നാഷണൽ ഓർ റീജിയണൽ ഇൻ കേസ് വേർ the demand of the product is on regional basis. For example, factories usually situated near major market for product. അതിന്റെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നതാണ് പഞ്ചാബി ബുക്സ് പബ്ലിഷിംഗ് ബുക്സ് എവിടെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, കൽക്കട്ടയിലോ ബോംബെയിലോ പറ്റില്ല. അതിന്റെ ഐഡിയൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ജലന്ധറിലാണ്. കാരണം എന്താ? അവരുടെ മാർക്കറ്റ് പഞ്ചാബിലായിരിക്കും. അതുകൊണ്ട് തന്നെ ലൊക്കേഷൻ ഭാഗമായിരിക്കും. അപ്പൊ പ്രൈമറി ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് പറഞ്ഞത്? റോ മെറ്റീരിയൽസ്, ലേബർ, പവർ, മാർക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ സെക്കൻഡറി ഫാക്ടേഴ്സ്, ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ പ്ലാൻ ചെയ്യുമ്പോൾ സെക്കൻഡറി ഫാക്ടേഴ്സ്. Besides the above primary factors, there are some factors which have bearing on the location of industries. എന്തൊക്കെയാന്ന് നോക്കാം. സെക്കൻഡറി ഫാക്ടേഴ്സ് കാര്യമില്ല, നിയറസ്റ്റ് adequate banking and credit facilities. അപ്പോൾ for the effect on smooth running of the business and for meeting working capital requirements, banking facilities play an important role. Nearness to banks and other financial institutions is an important consideration nowadays in deciding location of industrial unit. അതായത് അവിടെ പ്രോപ്പർ ബാങ്കിങ് ഫെസിലിറ്റീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. This is because banking has become indispensable part of modern business. In case of rural and small scale industries, banks and financial institutions play an important role and provide invaluable service in order to cater the financial needs. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഫിനാൻഷ്യൽ നീഡ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു റെഗുലർ റിലേഷൻഷിപ്പ് ബാങ്ക്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം. അതിന്റെ
നിയർനെസ് ഒക്കെ ഒരു സെക്കൻഡറി ഫാക്ടർ ആണ്, പ്രൈമറി ഫാക്ടർ അല്ല, സെക്കൻഡറി ഫാക്ടർ ആണ്. ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് ഇതാണ് ഐഡിയൽ. Facilities of repairs, not to maintain the uninterrupted production. Facilities with regard to repairs of machinery. ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായാൽ അത് നമ്മുടെ മെഷീനറി റിപ്പയർ ചെയ്യാനുള്ള സൗകര്യമാണ്. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്തൊരു കുറച്ച് സ്കിൽഡ് ലേബറിനെ കൊണ്ടുവന്ന് ആ ഇൻഡസ്ട്രിയൽ ഏരിയക്കകത്ത് വരുന്ന ഫാക്ടറീസിൽ വരുന്ന കോമൺ ബ്രേക്ക് ഡൗണുകളൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്രെയിൻഡ് പ്രൊഫഷണൽസിനെ വെക്കണം. ഓക്കെ, അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. പിന്നെ ഫയർ ഫൈറ്റിംഗ് ഫെസിലിറ്റീസ് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അതായത് ആ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പ്രോപ്പർ ഫയർ ഫൈറ്റിംഗ് ഫെസിലിറ്റീസ് വേണം. കാരണം ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്, ഏത് സമയത്തും അപകടം സംഭവിക്കാം. അപ്പോൾ ഫയർ ഫൈറ്റേഴ്സ് വേണം, റെസ്ക്യൂ ടീം വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. പിന്നെ സോയിൽ, ക്ലൈമറ്റ് ആൻഡ് ടോപ്പോഗ്രഫി, ഇതും വലിയ രീതിയിൽ ബാധിക്കുന്ന വിഷയമാണ്. സോ ഇപ്പം നമ്മളൊരു ഇൻഡസ്ട്രിയൽ ഏരിയ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ഫുഡ് പ്രോസസ്സിങ് ഏരിയ ആണെന്ന് വിചാരിക്കാം. അതിനകത്ത് വരുന്ന ഏരിയ ആണ് ടീ ഓർ കോഫി ഫാക്ടറീസ്. അപ്പം ഇങ്ങനെ ഒരു ടീ ഓർ കോഫി ഫാക്ടറീസ് നമ്മൾ ഇൻഡസ്ട്രിയൽ ഏരിയ പ്ലാൻ ചെയ്ത് എവിടെ വെക്കും? അത് മിക്കപ്പോഴും ഹിൽ സ്റ്റേഷൻസിലായിരിക്കും. അപ്പം തൊട്ടടുത്ത് ടീയോ കോഫിയോ റബ്ബറോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതനുസരിച്ചായിരിക്കും ഇൻഡസ്ട്രിയൽ ഏരിയയുടെ ലൊക്കേഷൻ കൊടുക്കുന്നത്. റോ മെറ്റീരിയൽസിനെ ബാധിക്കുന്ന വിഷയം തന്നെയാണ്. ക്ലൈമറ്റ്, ടോപ്പോഗ്രഫി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാധിക്കും. പിന്നെ ഗവൺമെന്റ് പോളിസീസ് ആൻഡ് റെഗുലേഷൻസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്കൻഡറി ഫാക്ടർ ആണെങ്കിൽ പോലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറഞ്ഞാൽ കൊച്ചിയിലുണ്ട്. അതായത് കൊച്ചിൻ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്നാണ് എൻ്റെ പേര്. അതായത് ഇൻഫോ പാർക്കൊക്കെ ആ ഇതിനകത്താണ് വരുന്നത്, ആ സോണിനകത്താണ് വരുന്നത്. കാരണം അവിടെ ഒരു പ്രത്യേക ലോ ആയിരിക്കും, അവിടെ പ്രത്യേക ലേബർ ലോസ് ആയിരിക്കും. അവിടെ ഒരു പ്രത്യേക ലേബർ ലോസ് ആയിരിക്കും. അവിടെ വരുന്ന ആളുകൾക്കും പ്രത്യേക ലോസ് ആയിരിക്കും. സെക്യൂരിറ്റി ഒരു പ്രത്യേക ടീമിനെ ആയിരിക്കും ഏൽപ്പിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ CISF എന്ന് പറഞ്ഞൊരു സേനയുണ്ട്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്നാണ് തോന്നുന്നു. ആ സേനയുടെ ഹെൽപ്പാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ ഇൻഡസ്ട്രിയൽ ഏരിയാസിലൊക്കെ യൂസ് ചെയ്യുക. അവർ അതിനുവേണ്ടി ട്രെയിൻഡ് ആയിരിക്കും, അവരായിരിക്കും നമ്മൾ കൊണ്ടുവരിക. അങ്ങനത്തെ റെഗുലേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം എന്നുള്ളതാണ്. അപ്പോൾ പ്രോപ്പർ ലോസ് വേണം, അതിനകത്തൊരു ഡിഫൈൻഡ് ലോസ് ആ ഒരു ഏരിയയിൽ തന്നെ കൊടുക്കണം. അപ്പം അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കൊച്ചിൻ സ്പെഷ്യൽ എക്കണോമിക് സോൺ ആണ്. അവിടെ പ്രത്യേക ലേബർ ലോസ് ആണ്. അതിന് ഒരാൾക്ക് വെറുതെ അതിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരാളെ വെറുതെ വിരിച്ചിടാൻ കഴിയില്ല. അതുപോലെ തന്നെ വെറുതെ ഒരാൾക്ക് സ്ട്രൈക്ക് നടത്താൻ കഴിയില്ല. അങ്ങനത്തെ പല വിഷയങ്ങൾ വരുന്നത്. ഹർത്താലുകൾ വരുമ്പോൾ ആ സ്പെഷ്യൽ എക്കണോമിക് സോൺ അകത്ത് ബാധിക്കില്ല. അപ്പൊ എന്ത് ചെയ്യും? ആളുകൾ അവിടെ തന്നെ ഇതിനകത്ത് തന്നെ റെസിഡൻഷ്യൽ ഏരിയയിൽ ചെറിയ ബിൽഡിങ്സ് താമസിച്ച് അവിടെ തന്നെ വർക്ക് ചെയ്യും. കാര്യം കൂടുതലും IT കമ്പനീസ് ആണ് ആ സ്പെഷ്യൽ എക്കണോമിക് സോണിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, പുറത്ത് നടക്കുന്ന സ്ട്രൈക്സ് ഒന്നും ഇതിനെ ബാധിക്കില്ല. അകത്ത് നടക്കുന്ന എംപ്ലോയീസിന് ഒരു കുറച്ചധികം ബെനിഫിറ്റും ഉണ്ടാവും. അതുപോലെ പല ഗവൺമെന്റ് പോളിസീസും റെഗുലേഷൻസും കൊണ്ടുവരും. ഒട്ടുമിക്ക സിറ്റീസിനോട് ചേർന്ന് ഇങ്ങനത്തെ സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ ഉണ്ടാവും. കാരണം പുറത്ത് നടക്കുന്ന പൊളിറ്റിക്കൽ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായിട്ടുള്ള വിഷയങ്ങളൊന്നും അകത്ത് ബാധിക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ കൊണ്ടുവരുന്നത്. പിന്നെ മൊമെന്റം ഓഫ് ആൻ ഏർലി സ്റ്റാർട്ട്. അപ്പം ഏർലി സ്റ്റാർട്ടിന്റെ ഒരു മൊമെന്റം കിട്ടും. അതായത് നമുക്ക് ഓൾറെഡി നേരത്തെ നമ്മളൊരു പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ അവിടെ ഒരു പ്രത്യേക മൊമെന്റം കിട്ടും നമ്മളൊരു ഏരിയയിൽ തുടങ്ങുന്നവർക്ക്. ഫോർ എക്സാമ്പിൾ ഇപ്പം വേറെ സംസ്ഥാനങ്ങളായിട്ട് മുട്ടിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ IT ഇൻഡസ്ട്രി കുറച്ച് ത്രൈവിംഗ് ആയിട്ട് പോകാൻ കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് IT പാർക്ക് എന്ന രീതിയിൽ ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഏഷ്യയിൽ തന്നെ ഫസ്റ്റ് IT പാർക്ക് വന്നത് ട്രിവാൻഡ്രത്തായിരുന്നു, ടെക്നോ പാർക്കാണ് വന്നത്. അപ്പൊ അത് നമുക്ക് ഏർലി സ്റ്റാർട്ട് തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ട്രിവാൻഡ്രത്തും കൊച്ചിയിലും നല്ല രീതിയിൽ IT ബൂം ചെയ്യാനുള്ള കാര്യം. ബാംഗ്ലൂർ, മുംബൈ എന്നൊക്കെ പറയുന്നത് വലിയ മെട്രോ സിറ്റീസ് ആണ്. അപ്പൊ അവരോട് മുട്ടിച്ച് നിൽക്കുന്ന പോലെ നമ്മളുടെ ഒരു തേർഡ് ഗ്രേഡ് സിറ്റീസ് ട്രിവാൻഡ്രം, കൊച്ചിയും ഒക്കെ ത്രൈവ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ഏർലി സ്റ്റാർട്ട് കിട്ടി, ഏർലി മൊമെന്റ് കിട്ടി എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ മറ്റ് സിറ്റീസിലൊക്കെ ഈ സെയിം ലെവലിൽ നിൽക്കുന്ന സിറ്റീസ്, അതായത് നമുക്ക് പലതരം സിറ്റീസിന്റെ ഫസ്റ്റ് ടയർ സിറ്റീസ്, സെക്കൻഡ് ടയർ സിറ്റീസ്, തേർഡ് ടയർ സിറ്റീസ്. ഈ കൊച്ചി, ട്രിവാൻഡ്രം ഒക്കെ തേർഡ് ടയർ സിറ്റീസിന്റെ കീഴിലായിരുന്നു. ഈ സിറ്റീസിൽ പോലും ബാക്കിയുള്ള തേർഡ് ടയർ സിറ്റീസ് ആയിട്ട് മുട്ടിച്ച് നോക്കുമ്പോൾ IT ഇൻഡസ്ട്രി കുറച്ച് മുന്നിലാണ്. കാരണം എന്താ, നമുക്കൊരു ഇനീഷ്യൽ മൊമെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു പല എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ചണ്ഡീഗഡിന്റെ എക്സാമ്പിൾ, അതായത് മണിമഞ്ചിറ, പിന്നെ അതുപോലെ ലുധിയാനയിലെ എക്സാമ്പിൾസ് കൊടുക്കുന്നത് വായിച്ചു നോക്കിയാൽ. പിന്നെ ഇൻഡസ്ട്രിയൽ അറ്റ്മോസ്ഫിയർ,
This factor refers to thinking of people who develop a particular industry in a particular area. They involve themselves completely in the intricacies and various operations of the machines and implements being used in the machinery. This is a complete industrial. There's a complete industrial atmosphere. Carpet industry in Badawi and Mirzapur serves a good example of this kind. Major population of the cities is engaged in carpet processing, carpet washing, carpet weaving, and carpet finishing. അപ്പം ആ ഒരു പർട്ടിക്കുലർ ഒരു ഇൻഡസ്ട്രിയൽ അറ്റ്മോസ്ഫിയർ ആണ്. അത് എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു പ്രൊഡക്ഷന് വേണ്ടി താല്പര്യമുള്ള സ്ഥലത്ത് പോകണം. അപ്പൊ അതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സെക്കൻഡറി ഫാക്ടേഴ്സ് ആണ്, പ്രൈമറി ഫാക്ടേഴ്സ് ആണ് കേട്ടോ. അതിന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മിർസാപൂറിൽ. അപ്പൊ മിർസാപൂറിൽ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനത്തെ ഇൻഡസ്ട്രി ആയിരിക്കും സെറ്റ് ചെയ്യുക? അവിടെ കാർപ്പറ്റ് അതിന്റെ മെയിൻ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന ഇൻഡസ്ട്രിയൽ ഏരിയാസ് ആയിരിക്കും അവിടെ സെറ്റ് ചെയ്യാൻ എളുപ്പം. ഇത് പേഴ്സണൽ ഫാക്ടേഴ്സ്. അതായത് നമ്മളുടെ പേഴ്സണൽ ഫാക്ടേഴ്സ് പറയാൻ നമ്മൾ എവിടെ നിന്ന് വരുന്നു എന്നതിനൊക്കെ അടിസ്ഥാനത്തിൽ. ഇപ്പം അതിലൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ട്രിവാൻഡ്രത്ത് ഹുണ്ടായിയുടെ ഒരു ഫാക്ടറി സെറ്റപ്പ് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ട്, ഗവൺമെന്റ് നടക്കുന്നുണ്ട് ഒരു പ്ലാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഹുണ്ടായിയുടെ ഇന്ത്യ വൺ ഓഫ് ദ ഡയറക്ടേഴ്സ് മാനേജിംഗ് ഡയറക്ടേഴ്സ് ആരോ ഒരു മലയാളിയാണ്. അദ്ദേഹം ഒരു ട്രിവാൻഡ്രത്ത് ഉള്ള ആളാണ്. അപ്പം അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, ട്രിവാൻഡ്രത്ത് ഒരു ഹുണ്ടായിയുടെ ഫാക്ടറി തുടങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ആ ഒരു പേഴ്സണൽ ഫാക്ടറാണ് ഡിപ്പെൻഡ് ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലം കണ്ട് ശ്രമിക്കുന്നുണ്ട്, അതൊക്കെ വരെയായിരിക്കും. പിന്നെ ടേസ്റ്റ്സ് ആൻഡ് പ്രിഫറൻസ് ഓഫ് പീപ്പിൾ, ഇതൊക്കെയാണ് സെക്കൻഡറി ഫാക്ടേഴ്സ് വരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനത്തെ ടൈപ്പ് കാര്യങ്ങളാണ് വേണ്ടത് എന്നതിനൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ടേസ്റ്റ് അവിടെ ഈ ലോക്കൽ ഏരിയയിലെ ആളുകൾ ടേസ്റ്റും പ്രിഫറൻസും. പിന്നെ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻ, അതിലൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് എന്താണ് വലിയ രീതിയിൽ ബാധിക്കുക. അതുകൊണ്ടാണ് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഗവൺമെന്റ് പോളിസീസിനകത്ത് വരുന്ന കാര്യമാണ്. പിന്നെ നെക്സ്റ്റ് പോസിബിലിറ്റീസ് ഓഫ് ഫ്യൂച്ചർ എക്സ്പാൻഷൻ. ഇതൊന്നും പ്രത്യേകിച്ച് പറയണ്ട, നമുക്ക് മനസ്സിലാവുന്ന കാര്യമല്ലേ. പോസിബിലിറ്റീസ് ഓഫ് ഫ്യൂച്ചർ എക്സ്പാൻഷൻ. പിന്നെ അതുപോലെ എക്സിസ്റ്റൻസ് ഓഫ് കോമ്പറ്റേറ്റീവ് ഇൻഡസ്ട്രീസ്. അത് ഹെൽത്തി കോമ്പറ്റീഷൻ വേണം, എന്നാലേ കൂടുതൽ റിസർച്ചും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. പിന്നെ അവൈലബിലിറ്റി ഓഫ് റിസർച്ച് ഫെസിലിറ്റീസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡറി ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പം എന്താണ്, അപ്പം ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് സിറ്റുവേഷൻ. അതിന്റെ എക്സാമ്പിൾ വന്നിരിക്കുന്നത് എന്താണ്, വെസ്റ്റ് ബംഗാൾ നെക്സ്റ്റൈൽസ് മൂവ്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഇൻഡസ്ട്രീസ് അവിടെ നിന്ന് മൂവ് ഔട്ട് ചെയ്യാനുള്ള കാരണം, പിന്നെ ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള അവൈലബിലിറ്റി, പിന്നെ എക്സിസ്റ്റൻസ് ഓഫ് കോമ്പറ്റേറ്റീവ് ഇൻഡസ്ട്രീസ്. അപ്പൊ സെയിം രീതിയിലുള്ള പല കോമ്പറ്റീഷൻ, ഹെൽത്തി കോമ്പറ്റീഷൻ കിട്ടുകയാണെങ്കിൽ ഒരു ഇൻഡസ്ട്രി ഡ്രൈവ് ചെയ്യും. അപ്പം നമ്മളുടെ വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനൊരു ഹെൽത്തി കോമ്പറ്റീഷൻ കൊടുക്കുന്നത് കൊളംബോ പോർട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നിയറും ആണ്. കൊളംബോ പോർട്ട് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അപ്പൊ അധികമായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് നിൽക്കാൻ കഴിയുമ്പോൾ കുറച്ചധികം അവിടെ കൊളംബോയിൽ സ്ഥിരം വരാറുള്ള മദർഷിപ്പുകളെ നമുക്ക് വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നൊരു പ്രതീക്ഷയുണ്ട്. അതൊരു കോമ്പറ്റേറ്റീവ് ആസ്പെക്ട് ആണ്. പിന്നെ അവൈലബിലിറ്റി ഓഫ് റിസർച്ച് ഫെസിലിറ്റീസ്, അത് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. പ്രോപ്പർ റിസർച്ച് ഫെസിലിറ്റീസ് അവൈലബിൾ ആയിരിക്കണം, എന്നാലേ കൂടുതൽ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ. ഇതൊക്കെയാണ് നമ്മളുടെ സെക്കൻഡറി ഫാക്ടേഴ്സ്. പ്രൈമറി ഫാക്ടേഴ്സ് ആണ്, സെക്കൻഡറി ഫാക്ടേഴ്സ് ഉണ്ട്. സെക്കൻഡറി ഫാക്ടേഴ്സ് കുറച്ചധികം ഉണ്ട്, നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഈ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ. എന്തൊക്കെയാണ് സെക്കൻഡറി ഫാക്ടേഴ്സ്? ബാങ്കിങ് ആൻഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി, ഫെസിലിറ്റി ഫോർ റിപ്പയർ, ഫയർ ഫൈറ്റിംഗ് ഫെസിലിറ്റി, soil climate topology, government policy, momentum of an early start, industrial atmosphere, personal factors, taste, political influence, possibility of future expansion, existence of competitive industries, availability of resource facilities. ഇതൊക്കെയാണ് രണ്ട് ഫാക്ടേഴ്സ്. പ്രൈമറിയും സെക്കൻഡറി ഫാക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു എന്തിന്റെ ഇൻഡസ്ട്രിയൽ ഏരിയ സെറ്റ് ചെയ്യുന്നതിനുള്ള. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇതോടുകൂടി ഞാനത്തെ ക്ലാസ് നിർത്താണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം അതോടുകൂടി. താങ്ക് യു. ഞാൻ മാർക്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മാർക്സ് കണ്ടായിരുന്നോ DHIയിലെ സ്പാനിയേഴ്സിലെ അപ്ലോഡ് ചെയ്ത? കണ്ടായിരുന്നു.